സാഭ്യാം പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിത്കനരസം പൂർണ്ണം ഹനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേത് വിഭും ശാശ്വതം. യതികളിലിന്ദ്രനാം യതീന്ദ്രനായി കവിത്വം തുളുമ്പുമാ ഋഷികളിൽ കവീന്ദ്രനാ ജ്ഞാനാമൃതസാരം ചൊരിയുമാ ഗുരുക്കളിൽ ഗുരോത്തമനായി തിളങ്ങി വിളങ്ങി നിൽക്കുമെൻ ഗുരുസ്വാമിതൻ തൃപ്പാദസാരസങ്ങളിൽ അർപ്പിച്ചിടുന്നർച്ചനാ പുഷ്പങ്ങളായി സന്തതം സകലവും ഞാൻ നമിക്കുവിൻ സഹചരേ നിയതമീ ഗുരുപാദം. നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനീതുപോലെ ലഭിച്ചു കുലത്തിന്, ഗുരുവര്യനീതുപോലെ ലഭിച്ചു കുലത്തിന്. ഗുരുഭക്തിയില്ലാതാക്കും കുശലമാണോ? ഗുരുഭക്തിയില്ലാതാക്കും കുശലമാണോ? ശ്രീനാരായണ ഗുരുദേവ സ്വാമി തൃപാദങ്ങൾ ഗുരുദേവന്റെ കൃപാകടാക്ഷം കൊണ്ട് രണ്ടാമത്തെ വേദിയാണ് ഇവിടെ പങ്കിടാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. സദാശിവ ദർശനം ഒന്ന് തുടങ്ങി വെച്ചു. അപ്പൊ അതിനെ കൂടുതൽ എത്തിക്കാതെ പോയതിലെ വിഷമമുണ്ട്. പക്ഷെ ആ സമയത്തിന്റെ അപര്യാപ്തത മൂലമാണ് സംഭവിച്ചത്. അപ്പോൾ ഭഗവാൻ തന്നെ കാരുണ്യവർഷം ചൊരിഞ്ഞ് ഇവിടുത്തെ നിങ്ങളുടെ താല്പര്യം കൊണ്ടുമായിരിക്കുക അത് രണ്ടാമത് അതെടുക്കാനും ഫിനിഷ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ കരകതമായിരിക്കുകയാണ്. അതില് അവിടത്തോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതുപോലെ നല്ലവരായിട്ടുള്ള നിങ്ങളുടെ നാട്ടുകാരെടുത്തു. അപ്പൊ നമ്മള് ഇതിലെ തന്നെ ഗുരുവിന്റെ പുറത്തൂർക്കാരെ മനസ്സിലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഗാനമുണ്ട്. ഭഗവാന്റെ ഒരു സ്തുതി ഗീതമുണ്ട്. കോലതീരേശ ഞാൻ സ്തുതിച്ചുകൊണ്ടുള്ള സ്ഥലം. അപ്പൊ അതില് ഗുരു പറയുന്നുണ്ടല്ലേ, മാലുണ്ടതുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലിങ്ങു നിരർത്ഥ തൊലിയാണെന്റെ പുലമ്പൽ. ആലംബനമാവെങ്കിലും അംബാസമമിന്നെൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. ഇവിടെ എന്താ ഇവര് പറയുന്നത്? മാലുണ്ട്, അത് ഉയർത്താൻ കഴിവില്ല ശിശുവിന്റെ പോലിങ് നിരർത്ഥ തൊലിയാണ് എന്റെ പുലമ്പൽ. അല്ലെ, എന്താ പറയുന്നത്? മാലുണ്ട്, എന്തുണ്ടെന്നാ പറയുന്നത്? മാലുണ്ട്, ദുഃഖമുണ്ട്, ക്ലിഷ്ടതയുണ്ട്, കഷ്ടപ്പാടുണ്ട്. അത് ഉരപ്പാൻ കഴിവില്ല ശിശുവിന്റെ. പക്ഷെ അത് വ്യക്തമായ സുവ്യക്തമായ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഭാഷയിലൂടെ വെളിപ്പെടുത്താൻ ആർക്ക് കഴിയുന്നില്ല? ശിശുവിന് കഴിയുന്നില്ല. അത് മാലുണ്ട്, പക്ഷെ അത് ഉരപ്പാൻ കഴിവില്ല ശിശുവിന്റെ ഓലിങ് നിരർത്ഥധ്വനി. ആ കുഞ്ഞിന്റെ ശബ്ദം എന്താ പറയുന്നത്? നിരർത്ഥധ്വനി, അർത്ഥമില്ല. അല്ലെ, അർത്ഥമില്ലാത്ത കുറച്ച് ശബ്ദങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ആശയവിനിമയത്തിന് എന്ത് വേണം? ഭാഷ വേണം. അതാർക്കില്ല? കുട്ടിക്കില്ല. അപ്പൊ കുട്ടിക്ക് ക്ലിഷ്ടതകൾ ഉണ്ടെങ്കിലും അമ്മയെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തുമാത്രം ചെയ്യാൻ കഴിയും? കുറച്ച് ശബ്ദങ്ങളും കരച്ചിലും. അതുപോലെയാണ് എന്താ മാലില്ല, അല്ലെ, മാലുണ്ട്, അതുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ ഓലിങ്ങു നിരർത്ഥ ധ്വനിയാണ് എന്റെ പുലമ്പൽ. എന്റെ പുലമ്പൽ ഏതുപോലെയാണ്?
ഈ പറഞ്ഞതുപോലെയാണ്. ഭഗവാനോടുള്ള ഓരോ നിവേദനങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് ഏതുപോലെയാണ്? വെറും ഒരു പുലമ്പലാണ്. പുലമ്പൽ എന്താണ്? ഭ്രാന്തന്റെ ജൽപ്പനം പോലെയാണ്. അതിനെന്തില്ല? ക്ലാരിറ്റി ഇല്ല, സുവ്യക്തതയില്ല, എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പൊ അതേപോലെ ആ കുട്ടിയുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ. മഹാഗുരുവിന്റെ കൃതിയെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഈ പറഞ്ഞിടക്ക് വിടർച്ച തുണിയായിട്ട് നിൽക്കാനേ കഴിയൂ. എങ്കിലും ഭഗവാനെ ആളുകളിലോട്ട് എത്തിക്കാൻ, അല്ലെ? അംബാസമം ഇന്ന് ഭഗവാൻ ആരായിട്ട് നിൽക്കും? എന്റെ കൂടെ ഒരു അംബാസമനായിട്ട്, അല്ലെ? ഒരു മാതാവിന്റെ അല്ലെങ്കിൽ പാർവതീ ദേവിയുടെ, അല്ലെ ദേവിയുടെ അനുഗ്രഹവും കൂടെ ചൊരിഞ്ഞുകൊണ്ട് ഒരു അമ്മയെ പോലെ നിന്ന് എന്നെ ഈ കർത്തവ്യത്തിൽ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു എളിയ ശ്രമം ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പേ ഒരു ചെറിയ ഒരു ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഒന്നും പറയാതെ തുടങ്ങുന്നത് ശരിയല്ല. അപ്പൊ കുറച്ച് ദിവസത്തിന് മുമ്പേ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു വീഡിയോ കാണാനിടയായി. അപ്പൊ അതെന്നെ വളരെ സ്വാധീനിച്ചു. ഈ പഗ് എന്ന് പറഞ്ഞൊരു പട്ടിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു കൊച്ചു ടൈപ്പ് പട്ടിയാണ്, നല്ല ഓമനിത്വം ഉള്ളതാണ്. പണ്ട് വോഡാഫോണിന്റെ പരസ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പഗ് ഒരു പട്ടി ഇരിക്കുകയാണ്, അതിന്റെ അടുത്ത് യജമാനനുണ്ട്. അപ്പൊ യജമാനന്റെ ഫ്രണ്ടാണോ അതോ റിലേറ്റീവ് എന്തോ ആണോ, ഈ പട്ടിയെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമമാണ്. അദ്ദേഹം തന്റെ സ്ലിപ്പർ ഇങ്ങനെ ഊരിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പട്ടിയുടെ പുറത്ത് ഈ കൂട്ടുകാരൻ അടിക്കുകയാണ്. അപ്പൊ പട്ടി ഇങ്ങനെ വിഷമിച്ചു നോക്കും, എന്നിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ തിരിച്ചിരിക്കും. വളരെ ദുഃഖം വരും. രണ്ടാമതും അടിക്കുന്നു. ആ പട്ടി എന്ത് ചെയ്യുന്നു? അല്പം വിഷമിച്ച് നോക്കിയിട്ടൊന്നും പ്രതികരിക്കുന്നില്ല. അവസാനം മൂന്നാമത് ഇയാൾ എന്ത് ചെയ്തു? ഈ ചെരുപ്പെടുത്തുകൊണ്ട് വന്ന് ഈ പട്ടിയുടെ യജമാനനെ, മാസ്റ്ററെ ഒന്ന് ചെറുതായിട്ട് അടിച്ചതും ഈ പട്ടി മുഖം മാറി ചീറിയങ്ങ് ചാടുകയാണ്. യജമാനൻ ഓടി പിടിക്കുക, ഇങ്ങനെ കൊച്ചു പട്ടിയാണല്ലോ, വേഗം കയറി പിടിക്കുക. എന്നിട്ട് അതിന്റെ താഴെയുള്ള ആ ഒരു ലൈൻ എന്നെ ഒരുപാട് കരയിപ്പിച്ചു ഉള്ളതായിട്ട് പറയാം. ആ പട്ടിയെ കുറിച്ചുള്ളതാണ് ആ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ ആഗ്രഹിക്കുന്ന നിനക്ക് എന്ത് ചെയ്യാം? എന്റെ ജീവൻ അപഹരിക്കാം. പക്ഷേ നീ, ഇഫ് യു ട്രൈ ടു ഹേർട്ട് മൈ മാസ്റ്റർ, ഐ വിൽ ഡെഫിനറ്റ്ലി കിൽ യു. എന്റെ മാസ്റ്ററെ നീ തൊട്ടാൽ നിന്നെ ഞാൻ തട്ടും. അപ്പൊ അതേ കണക്കൊരു ഭക്തി നമുക്ക് ആരോടെ ഉണ്ടാവണം? നമ്മുടെ സർവസ്വമായ, അല്ലെ, നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവിന് പോലും കടപ്പെട്ടിരിക്കുന്ന ആ ഗുരുനാഥനോട് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെ, ഒരു നായക്ക്, അല്ലെ, ഇത്രയും എന്താണ് ഒരു ആത്മാർത്ഥത, ലോയൽറ്റി, വിശ്വസ്തത അതിന്റെ മാസ്റ്ററിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്ത, അല്ലെ, ബ്രഹ്മവിദ്യാ കോവിദാനായിട്ടുള്ള ലോകം കണ്ട ഏറ്റവും വലിയ കരുണാനിധിയായിട്ടുള്ള സോമതൃപാദങ്ങളോട് നമുക്ക് അത്രയെങ്കിലും വേണ്ടി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ നായയെ കുറിച്ച് ഒരു ചൊല്ല് പറയാട്ടോ. നായയെ കുറിച്ച് എന്താണ്? മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയും. അപ്പോൾ ഒരു പുതിയ പഠനങ്ങൾ തെളിയുന്നത്, ഒരു നായ ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത് പോലും തന്റെ യജമാനനുമായിട്ടുള്ള ആ സ്നേഹം നിറഞ്ഞ, ആ സ്നേഹമസൃണമായ നിമിഷങ്ങളാണ്. അതിങ്ങനെ അയവിറക്കുന്നത്. അതാണ് അതിനെ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ 2 ദിവസത്തിന് മുമ്പേ കണ്ടപ്പോൾ ഏറ്റവും പുതിയ വേറെയും പറയുന്നുണ്ട്, നമുക്ക് സ്ട്രെസ് ഉണ്ട്, സംഘർഷം, സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ളപ്പോൾ ആ നായ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്? നായ വിഷണ്ണനാവേണം. അപ്പൊ അതിന്റെ മനസ്സിലായി, നമ്മൾ നീട്ടുന്ന ആഹാരത്തിലല്ല, അത് കൊടുക്കാൻ മുന്നോട്ടായിരുന്ന കയ്യിലാണ് ആർക്ക് കൂടും? നായക്ക് കൂടും. നമുക്കേതാണ്? എന്തെങ്കിലും പിടിച്ചെടുക്കാം, നമുക്ക് എന്തുണ്ട്? പക്ഷെ നായ അതല്ല. ആഹാരമല്ല വലുത്, ആരാണ് ആഹാരം കൊടുക്കുന്നത് അവൻ്റെ ആരുടെ ലോയൽറ്റി, ആ ഡെഡിക്കേഷൻ, ആ കമ്മിറ്റ്മെന്റ്. അപ്പൊ അത് നമുക്ക് ആരോടെ ഉണ്ടാവണം? ഗുരുവിന്റെ പാദത്തിൽ ഒരു എളിമയുള്ള നായയായിട്ട് നമുക്ക് എല്ലാവർക്കും. ഞാൻ എന്നെ വെച്ചാണ് ആദ്യം പറയുന്നത്. നമ്മളുടെ കപടതയൊക്കെ വെടിഞ്ഞ് നമുക്ക് ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിലെ ആ പാദസാരസങ്ങളില്, അല്ലെ, തൃച്ചേവടികളില് എന്താണ് ലോയലായിട്ടുള്ള ഒരു നായയായിട്ട്, അതായത് ഭഗവാന്റെ തലയ്ക്ക് മേലെ പരുന്തായിട്ട് പറക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അല്ലെ, പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്. കുറച്ചാകുമ്പോൾ നമുക്ക് നമ്മളൊക്കെ വലിയ 2 കൃതിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എന്തുവാക്കാം ആയിപ്പോയി. പക്ഷെ എന്ന് എവിടെ നിൽക്കണം? ഭഗവാന്റെ പാദത്തിൽ. അവിടെ നിന്ന് മാറുന്നത് കാര്യം നമ്മൾ മേളിലോട്ട് നോക്കുന്നത് കുറവാണ്. നമ്മൾ നടക്കുമ്പോഴും കാല് തട്ടി വീഴാതിരിക്കാൻ എങ്ങോട്ടാണ് നോക്കുന്നത്? താഴെയാണ് ശ്രദ്ധിക്കുന്നത്. ആരും ആകാശത്ത് നോക്കി കിടക്കാറില്ല. അപ്പൊ ഗുരു എപ്പോഴും എന്ത് ചെയ്യാണ്? കാലിലും കിടക്കുന്നവനെയാണ് ആദ്യം കാണുന്നത്. ഭഗവാന്റെ തലയ്ക്ക് മേളം എന്താണ് പറക്കുന്ന പരുന്താവാൻ ഒരിക്കലും ശ്രമിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത്, അല്ലെ, എന്താണ് പറയുന്നത്, അൺവേവറിങ് ഫെയ്ത്ത്, ഡെഡിക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഗുരു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കർത്തവ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ നമ്മള് 6 പദ്യമാണ്, അല്ലെ, നോക്കിയത്. ഇപ്പൊ തന്നെ സമയം കുറച്ച് ഇതായി.
അപ്പൊ നമ്മൾ അവസാനം പഠിച്ച ഓർമ്മയുണ്ടോ? നിനക്കിലിന്തു ചൂടനൊന്നു തന്നെ നീ ഒഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല പൊൻവിളക്കിളയ്ക്കുമാടിയേ മണം തുടങ്ങി മണ്ണിലെണ്ണൊക്കെ നെക്കി നക്കിടും കനം കുറഞ്ഞ മേനിയെ കരിഞ്ഞു വന്ന കന്നലേ. അല്ലെ, ഇവിടെ എന്താണ് പറഞ്ഞത്? നിനക്കിൽ ഇന്ദു ചൂടൻ, അല്ലെ ഒന്ന് ചുരുക്കി പറയാം, നിനക്കിൽ ഇന്ദു ചൂടൻ കൊണ്ട് ഒഴിഞ്ഞാനില്ല, എനിക്ക് വേറൊരു അഭയമായിട്ട് ഇല്ല, അല്ലെ, നീ മാത്രമാണ് എന്റെ ഏക അത്താണി. അല്ലെ, നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന ഒന്നും നമ്മുടെ ബന്ധുജനങ്ങളാവട്ടെ ബാക്കിയുള്ളവരെല്ലാം ഈ തനിയെ ഇരുപ്പതിനെ സമ്മതമായി നമ്മളെ വിട്ടുപോകും. എന്നും എനിക്ക് തുണയായിട്ട് താങ്ങായിട്ട് എൻ്റെ ഒരു ഗൈഡായിട്ട് എല്ലാം ആരെ ഉള്ളൂ? അങ്ങേ ഉള്ളതാണ്. നിനക്കിൽ ഇന്ദു ചൂടൻ ഒന്നു തന്നെ നീ ഒഴിഞ്ഞ്, നീ ഒന്ന് തന്നെ ഒന്നുള്ളൂ, നീ ഒഴിഞ്ഞ് നിന്നെ കളഞ്ഞ് മറ്റെനിക്ക് ദൈവമില്ല. എന്ത് ക്ലിയറായിട്ട് പറയണേ, നിന്നെ ഒഴിച്ചു മാറ്റി എനിക്ക് എന്തില്ല? വേറൊരു ഈശ്വര സങ്കല്പം ഇല്ല. എന്താ പറഞ്ഞത്? നിനക്ക് ഇന്ദു ചൂടൻ ഒന്നു തന്നെ നീ ഒഴിഞ്ഞ് എനിക്ക് മറ്റൊരു ദൈവമില്ല. എന്താ പറഞ്ഞത്? പൊൻവിളക്ക് ഇളയ്ക്കും ആഴിയേ. അല്ലെ, വിളക്കിന്റെ അല്ലെ വളരെ ശുദ്ധമായിട്ടുള്ള നല്ലൊരു തേജസ്സുള്ള വിളക്കിൽ നിന്ന് വരുന്ന അല്ലെ ആ ദീപം, ആ പൊൻവിളക്കിന്റെ ആ ഒളിയെ പോലെ എന്ത് ചെയ്യുന്ന, ഇളയ്ക്കുന്ന, അതിനെ തരംതാക്കുന്ന, അതിനെ പോലെ എന്താണ് കൊച്ചാക്കി കളയുന്ന, നിസാരവൽക്കരിക്കുന്ന അയ്യോ ആഴി. ഇവിടെ ആഴി എന്താണ്? സമുദ്രവും നല്ല ഏതാണ് ആഴി പറഞ്ഞ ദീപ ശിഖ അല്ലെ, ആ പ്രകാശ സ്വരൂപം ഭഗവാന്റെ അതേതാണ്? ഈ വിളക്കിനെ നിഷ്പ്രഭമാക്കി കളയുകയാണ്. അല്ലെ, ആ വിളക്കിന്റെ ഒളി ഒന്നുമല്ലാതായിട്ട് മാറുകയാണ്. പിന്നെന്താ പറയുന്നത്? മനം തുടങ്ങി, അല്ലെ, മനം തുടങ്ങി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ. മനം തുടങ്ങി, മനം തുടങ്ങി എന്താണ് വരുന്നത്? നമ്മൾ അന്തഃകരണങ്ങൾ, അല്ലെ, നമ്മളന്ന് പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ് അന്തഃകരണങ്ങൾ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? നമ്മളുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. പിന്നെ ബാക്കി ഏതൊക്കെയുണ്ട്? നമ്മളെ കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ അറിയുന്ന വിഷയങ്ങൾ. അതാണ് മണം തുടങ്ങി ഈ മണ്ണിൽ ഉണ്ണുന്ന, ആസ്വദിച്ചറിയുന്ന, അല്ലെ, നമ്മൾ അനുഭവിക്കുന്ന. മണം തുടങ്ങി മണ്ണിൽ എണ്ണമൊക്കെ, മനം മുതലായി മണ്ണിൽ എണ്ണുന്ന എല്ലാ വിഷയങ്ങളും, അല്ലെ, അതിനെ എന്ത് ചെയ്യുന്ന? മനം തുടങ്ങി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ നെക്കി നക്കിടും. ആ നെക്കി നക്കിടും, അത് പ്രധാനപ്പെട്ട വാക്ക്. നെക്കി നക്കിടുക എന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ, അതായത് അനുഭൂതിയെ കാണിക്കുന്ന പദമാണ്. വളരെ എന്താ പറയുന്നത്, നമ്മള് പ്രസാദം കൊണ്ടുവന്ന് ഇത്തിരിച്ച് ഒറ്റയടിക്ക് കഴിക്കുകയല്ല. നമ്മൾ പറയത്തില്ല ഇങ്ങനെ ആശ്രയിച്ച എന്താണെന്ന് പറയില്ല. അപ്പൊ ആ ഒരു അനുഭൂതി, ആ അനുഭൂതി തലത്തിന്റെ ആനന്ദം, അതിനെ കാണിക്കാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെ, നെക്കി നക്കിടും എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് തനി നാടൻ പദമാണ്. പക്ഷെ അനുഭവത്തിന്റെ പാരമ്പര്യം നിൽക്കുന്ന പദമാണ്. അല്ലെ, നെക്കി നക്കിടും കനം കുറഞ്ഞ മേനിയെ. ഭഗവാനെ കനം കുറഞ്ഞ മേനി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അറിവായി കഴിയുമ്പോൾ എന്തില്ല? ശരീരമില്ല, അല്ലെ. അപ്പൊ എന്താണ്? ഭാരരഹിതമായ അവസ്ഥയാണ് ജ്ഞാനത്തിന്റെ തലം. ജ്ഞാനം സമ്പാദിച്ച് നമ്മള് പരബ്രഹ്മ സ്വരൂപിനെ അറിഞ്ഞ എന്തായി? സച്ചിദാനന്ദ സ്വരൂപമായി. അപ്പൊ എന്തായി? പ്രകാശസ്വരൂപനാണ്, അറിവിന്റെ ഒളിയാണ്. അപ്പൊ അവിടെ എന്തില്ല? ഭാരമില്ല. ഗുരു എന്ന് പറയുന്നത് നശിച്ചു പെരുത്ത പിണ്ടമോ ഞാൻ, ഇറച്ചിയൊക്കെ വാരി തിന്ന് ധരിച്ച ഈ പിണ്ടമാണോ ഞാൻ? അല്ല, ഞാൻ ഈ കാണുന്ന സ്ഥൂലിച്ച ശരീരമല്ല. പിന്നെന്താണ്? അതിന്റെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആത്മജ്യോതിസാണ്. അതാണ് ഇവിടെ ഗുരു പറയുന്നത്. എല്ലാത്തിനും നെക്കി നക്കിലും കനം കുറഞ്ഞ മേനിയാണ്. ആ പ്രകാശസ്വരൂപനായിട്ടുള്ള അറിവിന്റെ ആ സ്രോതസ്സായിട്ടുള്ള ഭഗവാൻ. അതാണ് പറയുന്നത് കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ. കനിഞ്ഞു വരുന്ന, ഉരുതി ഒലിച്ചു വരുന്ന കന്നലേ. കന്നല എന്ന് പറഞ്ഞാൽ കരിമ്പാവാം, ശർക്കരയാവാം, അതുപോലെ കൽക്കണ്ടം, ഏറ്റവും നല്ലൊരു കൽക്കണ്ടം, അല്ലെ, ഇങ്ങനെ ഉരുകി ഒലിച്ചു വരും. അപ്പൊ കാരുണ്യവും ഉണ്ട്, അതുപോലെ മാധുര്യം അതിനുണ്ട്. ആ ഉരുകി ഒലിച്ചു വരുന്ന കൽക്കണ്ടത്തിന് ഉണ്ട്. അങ്ങനെയുള്ള കാരുണ്യവാനായ ഭഗവാനെ അങ്ങൊഴിഞ്ഞ് എനിക്ക് വേറെ ആരും ഇല്ല. ഇത് ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ.
അതാണ് ഗുരുവിടെ പറയുന്നത്. ഗുരുവിന്റെ അദ്വൈത ദർശനം തന്നെയാണ്. ഇതിന് മുമ്പേ ഗുരു ഏത് പറഞ്ഞു? നിനക്കിൽ നീയും ഞാനും ഒന്ന് തന്നെ, ഒന്നേ ഉള്ളൂ. മോണിസ്റ്റിക് ഫിലോസഫി, അദ്വൈതിക് ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്? ഒന്നേ ഉള്ളൂ. ഡ്യുവാലിറ്റി, ദ്വൈതം ഇല്ല. അദ്വയം, അദ്വൈതം, രണ്ടില്ലാത്ത അവസ്ഥയാണ് ഏത്? ഈ പറയുന്ന അദ്വൈതം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഗുരു എല്ലാത്തിലും. ബാഹ്യമായിട്ട് ശിവനെ വർണ്ണിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ആന്തരികമായിട്ട് ആ ബ്രഹ്മത്തെ തന്നെയാണ് ഗുരു നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ബ്രഹ്മത്തിന്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ അതിലോട്ട് ലയിക്കാനുള്ള നമ്മളുടെ ആഗ്രഹത്തെ ഒന്ന് പ്രോജ്വലിപ്പിക്കാനാണ് ഗുരുനാഥൻ ഇവിടെ എല്ലാം ശ്രമിക്കുന്നത്. ഇതൊക്കെയാണല്ലോ. അതാണ് നിനക്കിലെന്തു ചൂടനൊന്നു തന്നെ നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല പൊൻവിളക്കിളയ്ക്കുമായിയേ മനം തുടങ്ങി മണ്ണിലുണ്ണുമെന്ന മുക്കി നെക്കി നക്കിടും കനം കുളഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തിലോട്ട് പോയിക്കൂടെ? ഇനി പറയണേ, നിലം നിലിമ്പലാറുപാമ്പലും മുടമ്പെളിക്കലത്തിലും വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും വടിക്കിനി കനിഞ്ഞു കൂറുനീ. നിലം നിലിമ്പലാറുപാമ്പലും മുടമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്കിനി കരിഞ്ഞൂർന്നീ. ഇനി നമുക്കിത് കേൾക്കുമ്പോ ആ കൂടെ ആശയപ്പെടുമ്പോ അല്ലേ, ഭഗവാൻ പദങ്ങൾ കൊണ്ടങ്ങ് അമ്മാനോടെ. ഇവിടെയാണ് നമ്മള് അവിടത്തെ നമിച്ചു പോകണം. ഇങ്ങനെ എഴുതാൻ ആർക്ക് പറ്റും? ഗുരുവായിട്ട് നേരത്തെ പറഞ്ഞതിനെ കമ്പയർ ചെയ്യാൻ ആരും ഇഷ്ടമായിട്ടാ. ഗുരുവിന്റെ കൃതികള് നമുക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ വാക്കുകൾ ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കാണ്. അതും അനുഭവമാണ് ഗുരുവിന്റെ. മനസ്സിലായില്ലേ? ഗുരു കവിത എഴുതാനിരിക്കുകയല്ല, അനുഭൂതി വരുമ്പോൾ പറയുന്നു. ശിഷ്യന്മാർ എഴുതിയെടുക്കുകയാണ്. അല്ലാതെ കവികളെ പോലെ എന്താ പറയുന്നത് നോട്ട് പാഡ് എടുത്ത് വെച്ച് എഴുതാനിരിക്കുകയല്ല. ആ അനുഭവം ഉണ്ടാകുമ്പോൾ അനുഭൂതി, അതിനെ വർണ്ണിക്കാനായിട്ട് അറിയാതെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം? പാടിപ്പോയേ. നമ്മളെങ്ങനെ എഴുതാനിരിക്കുകയല്ല. അപ്പൊ അത് മനസ്സിലാക്കണം. അതാണ് ഇത്രയും അതിന് പവർ വരുന്നത്. ഒരു മാഗ്നറ്റിക് പവർ അതിനുണ്ട്. അപ്പൊ അതാ പറയുന്നത്. ഇനി നമുക്കൊന്ന് പിരിച്ചു നോക്കാം. നിലം നിലിമ്പരാറ് പാമ്പ് എലുമ്പ് ഒട് അമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടയ്ക്ക് അണഞ്ഞിടും ചിലങ്ക കണ്ട് ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്ക് ഇനി കനിഞ്ഞ് കൂറ് നീ. തത്വങ്ങളേതാണ് ഇങ്ങനെ പഠിക്കണം. നിലം നിലിമ്പരാറ് പാമ്പ് എലുമ്പ് ഒട് അമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടയ്ക്ക് അണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്ക് ഇനി കനിഞ്ഞ് കൂറ് നീ. ഇനി നമുക്ക് ഓരോ പദവും നോക്കാം. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാല് ഗുരുദേവൻ അല്പം കാൽപ്പനികത കൊണ്ടുവരിക അല്ലെ. ഭഗവാനും ദേവിയും തമ്മിലുള്ള ആ ഒരു ഇന്റിമസി, ഒരു അടുപ്പം കൊണ്ടുവരികയാണ്. അപ്പൊ അത് പറയുമ്പോ പറയാം. എങ്ങനെയാ പറയുന്നത്? നിലം നിലിമ്പരാറ്. നിലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾവശം എന്നാണ്. ഏതെങ്കിലും ഒന്നിന്റെ ഉൾഭാഗം, അകവശം. നിലം നിലിമ്പരാറ് പാമ്പ് എലുമ്പ് ഓട് അമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിട. ഏതിന്റെ അകത്തായിരിക്കും? ചെഞ്ചിടയ്ക്ക് അകത്തായിട്ട്. ഏതുണ്ട്? അതാണ് പറയുന്നത്. ചെഞ്ചിടയ്ക്ക് അകത്ത് നിലം അതാണ്. അതിന്റെ അകത്തായിട്ട് ഏതൊക്കെയുണ്ട്? നിലിമ്പരാറ്. നിലിമ്പരാറ് എന്താണ്? ദേവഗംഗ, സ്വർഗഗംഗ, ആകാശഗംഗ എന്ന് പറയട്ടെ. ദേവഗംഗ. അപ്പൊ ഭഗവാന്റെ തിരുചിടക്കെട്ടിന്റെ ഉള്ളിൽ ഏതൊക്കെ ഉണ്ടെന്നാ പറയുന്നത്? ആ നിലം, ആ ഉൾത്തടത്തിൽ ഏതൊക്കെയുണ്ട്? നിലിമ്പലാറ്, പാമ്പ്, എലുമ്പ്, എല്ല് അല്ലേ. പിന്നെന്തുണ്ട്? അതോടൊപ്പം ഓട് ഏതുകൊണ്ട്? അമ്പിളി കലത്തിലം. തിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എള്ളാണ് അല്ലേ. എള്ളിനാണ് തിലോ എന്ന് പറയുന്നത്. അപ്പൊ അമ്പിളി കലത്തിലോ എന്ന് പറയുമ്പോൾ
അല്പം എള്ളോളം പോകുന്ന ചന്ദ്രക്കല, അമ്പിളിക്കല അല്ലെ, അമ്പിളി ചന്ദ്രൻ, അമ്പിളിക്കല ചന്ദ്രക്കല. അപ്പൊ ആ ചന്ദ്രക്കല ഏതാണ്? തിലം, എള്ളോളം പോകുന്ന അല്പം അല്ലെ, അതാണ് പറയുന്നത് അമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടയ്ക്ക്. ആ ചെഞ്ചിടയുടെ അകത്തായിട്ട് ഏതൊക്കെ അണിഞ്ഞ് വിളങ്ങുകയാണ്, ശോഭിക്കുകയാണ് ഭഗവാൻ? ആകാശഗംഗ, പാമ്പ്, എലുമ്പ്, അല്പം, എള്ളോളം ഏത് പോകുന്ന ചന്ദ്രക്കല. അത് കണ്ടിട്ട് തുടങ്ങുന്നത് ചെഞ്ചിടക്കിടക്കണഞ്ഞിടും. ഒരു വിഷയം ഉണ്ടായ അവിടെ, ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം. അതിൻ്റെ ഇടയിൽ ഏതും കൂടെ കണ്ടു, ചിലങ്ക. അപ്പൊ ചിലങ്ക കണ്ടപ്പോ ആരുടെ സാമീപ്യവും? സ്ത്രീയുടെ സാമീപ്യവും. ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം. ആരുടെ മുഖമായിരിക്കും ഇവിടെ ചഞ്ചലപ്പെടുന്നത്? ഈ ചിലങ്ക കണ്ട് ദേവിയുടേതാണ് അല്ലേ, ഹൈമാവതി പാർവതി ദേവി ഭഗവാന്റെ അല്ലേ പത്നി. ഓള് അതാ പറഞ്ഞത്, ഏത് കാണുന്നു? ഈ ഭഗവാന്റെ ഈ തിരുചടക്കെട്ടിലുള്ള വസ്തുക്കളോടൊപ്പം ചിലങ്ക കാണുമ്പോൾ ദേവിയുടെ മനം എന്ത് ചെയ്യുന്നു? ചഞ്ചലപ്പെടുകയാണ്. ആ കൂടെ ആശയക്കുഴപ്പമായി. ഇതെന്താണ് കാണുന്നത്? ഭഗവാൻ വിചാരിക്കുന്നതൊക്കെയല്ല. പരസ്ത്രീയുടെ സാന്നിധ്യം ഏതെങ്കിലും ഭാര്യ സഹിക്കൂ? അപ്പൊ ദേവി ചിലങ്ക കണ്ട് മുഖം ചഞ്ചലപ്പെടും. ആ ചഞ്ചലപ്പെട്ട മുഖത്തെ എന്ത് ചെയ്യുന്നു? ചഞ്ചലപ്പെടും മുഖം വിടർന്ന പൂങ്കുലയ്ക്ക്. ഭഗവാന്റെ കൈകൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ വിടർന്ന പൂങ്കുല പോലെ അല്ലെ, വിടർന്നു വരുന്ന പൂങ്കുല പോലെ ഒതുക്കി വെച്ച് വിടർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്ക് അമ്മയുടെ മുഖത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് വാത്സല്യത്തോടു കൂടി. ഒരു ആകാംക്ഷയിൽ, ഒരു സംശയ ദൃഷ്ടിയ ഭഗവാനെ ഇങ്ങനെ ഇത് ചിലങ്ക കണ്ട് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന അമ്മയുടെ മുഖത്തെ എന്ത് ചെയ്യണേ? ഭഗവാൻ കൈക്കുമ്പിടിൽ ഇങ്ങനെ വാത്സല്യത്തോടു കൂടി ചേർത്ത് പിടിക്കുമ്പോൾ അമ്മയുടെ മുഖം എന്ത് ചെയ്യണം? ഭഗവാന്റെ കൈക്കുമ്പിളിൽ കുമ്പിടുന്ന പോലെ തോന്നുകയാണ് അല്ലെ, ഇങ്ങനെ ചേർത്ത് വാത്സല്യത്തിൽ പിടിക്കുമ്പോൾ. അതാണ് കുമ്പിടും പടിക്ക്. അങ്ങനെ എങ്ങനെയാണോ അവിടെ നിന്ന് കരുതലോടുകൂടി സ്നേഹവായ്പോടുകൂടി അമ്മയുടെ ആശങ്കയെ മാറ്റിക്കൊണ്ട് അമ്മയുടെ മുഖം തന്റെ വിടർന്ന പൂങ്കുല പോലെ ഉയർത്തിയ കരങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. കുമ്പിടും പടിക്ക് ഇനി കനിഞ്ഞു കൂറുനി. നീ എന്ത് ചെയ്യണം? ഇനി അല്പം കനിവുണ്ടായി എൻ്റെ അടുത്തും അതേ കൂറുനി അമ്മയോടെ കാണിക്കുന്ന ഇതേ സ്നേഹം നിന്റെ ഭക്തനായിട്ടുള്ള എന്നിലും നീ കാണിക്കണം. അതാണ് കുമ്പിടും പടിക്ക് അതുമാതിരി കൂറ് നീ. ആരോടെ കാണിക്കണം? ഈ എന്നിലും നീ ഇതേ വാത്സല്യം കാണിക്കണം. അപ്പൊ ഇവിടെ ഒരു അല്പം എന്താ പറയുന്നത്, കാൽപ്പനികത. എന്താണ് കാര്യം? അമ്മയും അല്ലെ, അതാണ് പിതാവ് എവിടെ ഇരിക്കുകയാണ്? ശിവപാർവതിമാർ ഇരിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു? അല്പം പ്രേമ പാരവശ്യത്തോടു കൂടി എന്ത് ചെയ്യാൻ വേണം? ഭഗവാന്റെ തിരുനെറ്റിത്തടത്തിൽ ഒരു സ്നേഹ ചുംബനം അർപ്പിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. ചെല്ലുമ്പോഴാണ് കാണുന്നത് തലയിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഏതുമുണ്ട്? ആകാശഗംഗ, ചിലമ്പ് അല്ലെ, ചിലങ്ക കാണുകയാണ്. അപ്പൊ ആരുടെ സാന്നിധ്യം? പരസ്ത്രീയുടെ സാന്നിധ്യം പറഞ്ഞ അമ്മ എന്ത് ചെയ്യണം? ആ ചുംബനം അർപ്പിക്കാൻ വന്ന അമ്മ ഇങ്ങനെ സ്തംഭിച്ച് സ്തബ്ധയായിട്ടിരിക്കുമ്പോൾ ഉടനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? സ്നേഹത്തോടെ തന്റെ വിടർന്ന പൂങ്കുല പോലെയുള്ള കൈകളില് അമ്മയുടെ മുഖത്തെ എന്ത് ചെയ്യുന്നു? നമിക്കുന്ന മാതിരി ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ അതേപോലെ അമ്മയെ നീ എങ്ങനെയാണോ സന്തുഷ്ടയാക്കിയത്, അതുപോലെ നിന്റെ മകനായ എൻ്റെ അടുത്തും ഇത്തിരി കൂറ് കാണിക്കണേ. എന്ത് രസമായിട്ട് പറഞ്ഞിരിക്കുന്നു അല്ലേ, എന്ത് മനോഹരമായിട്ടാണ്. അതാണ് പറയുന്നത്. ഇതിന്റെ പൊതുവെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. ഭഗവാനെ അല്ലേ അമ്മ ഇങ്ങനെ അനുരാഗത്തോടുകൂടി തന്റെ പതിയുടെ തന്റെ കാന്തന്റെ തിരുനെറ്റിത്തടത്തില് ഒരു സ്നേഹചുംബനം അർപ്പിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും എന്ത് കാണുന്നു? ആ തിരുജടയ്ക്കുള്ളില് ഏതൊക്കെയുണ്ട്? ആകാശഗംഗയുണ്ട്, അതോടൊപ്പം നമ്മുടെ അല്പം ചന്ദ്രക്കലയുണ്ട്, എല്ലുണ്ട്, പാമ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ഏതുമുണ്ട്? ചിലങ്ക കണ്ട അമ്മയുടെ മനസ്സ് അല്പം ചാഞ്ചല്യപ്പെടുമ്പോൾ വളരെ കരുതലോടുകൂടി അമ്മയുടെ മുഖത്തെ വിടർന്ന തന്റെ കൈക്കുള്ളിലെ കുമ്പിടുന്ന മാതിരി ചേർത്ത് പിടിച്ച് ആനന്ദം കൊടുക്കുന്ന അല്ലയോ ഭഗവാനെ, അതേ കാരുണ്യം ഈയുള്ള ഇടയിലും അവിടെ നിന്ന് ചുരിയണമേ. സംശയമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഏറ്റവും നല്ല ഒരു വാദ്യമാണ് ഭഗവാൻ, വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പറയാം. കനിഞ്ഞു മണ്ണുമപ്പുമപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞു പിന്നിലന്നും ഇന്നും ഒന്നിരുന്നു പിന്നിടും
മണം കലർന്ന മേനിയേതതിന്നു നീ മലർന്നിടും മണിക്കു മാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ കനിഞ്ഞു മണ്ണുമപ്പുമപ്പുറം കലർന്ന കാറ്റുടങ്ങണഞ്ഞു പിന്നിലന്നു ഇന്നു ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനിയേത് അതിന്നു നീ മലർന്നിടും മണിക്കു മാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ. ഇനി ഭഗവാൻ പറയണ എന്താ പറയുന്നത്? കനിഞ്ഞ് മണ്ണും അപ്പും അപ്പുറം കലർന്ന കാറ്റൊടങ്ങ് അണഞ്ഞു പിന്നിൽ അന്നും ഇന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനി ഏത് അതിന്ന് നീ മലർന്നിടും മണിക്കു മാനമില്ല മല്ലിടുന്നൊരല്ലും ഇല്ലിതിൽ. അല്ലെ, നമ്മുടെ പറയാം. കനിഞ്ഞ് മണ്ണും അപ്പും അപ്പുറം കലർന്ന കാറ്റൊടങ്ങ് അണഞ്ഞ് വിണ്ണിൽ അന്നും ഇന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനി ഏത് അതിന്ന് നീ മലർന്നിടും മണിക്ക് മാനമില്ല മല്ലിടുന്ന ഒരു അല്ലും ഇല്ലിതിൽ. അല്ലെ, എന്ത് ക്ലിയർ ആയിട്ട് ഇവർ പറയും, നമുക്ക് നോക്കാം. കനിഞ്ഞു, അല്ലെ, നമ്മുടെ അടുത്ത് കനിവുണ്ടായി, വളരെയധികം കനിവ് ദയാവായ്പോടുകൂടി എന്ത് ചെയ്യുന്നു? മണ്ണും അപ്പും അപ്പുറം. അപ്പൊ അവിടെ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കാനായിട്ട് നമ്മുടെ തുടക്കം ഇടുന്നത്. കനിഞ്ഞ് മണ്ണാകുമ്പോ ഏതായി? നമ്മളെ പൃഥ്വിയാകുന്നുണ്ട്, അല്ലെ? നമ്മൾ എന്താണ് പറയുന്നത്? മണ്ണും ജലം എന്നൊക്കെ പറഞ്ഞ മണ്ണായി. പിന്നെന്താ പറയുന്നത്? പഞ്ചഭൂതങ്ങളെ പരാമർശിക്കുകയാണ്. കനിഞ്ഞ് മണ്ണ്, അപ്പ് എന്താണ്? ജലം. അപ്പാകുമ്പോ എന്തായി? ജലം. കനിഞ്ഞ് മണ്ണ് അപ്പ് അപ്പുറം. അപ്പുറം എന്ന് പറയുമ്പോൾ ഏതിലേക്കാണ്? ഇവര് എല്ലായിടത്തും പറയില്ല, അഗ്നി. അപ്പൊ മണ്ണ്, ജലം, അഗ്നി. പിന്നെ എന്ത് പറയുന്നു? കലർന്ന് കാറ്റുടങ്ങ്, അല്ലെ? ചേർന്ന് നിൽക്കുന്ന, ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാറ്റ്, വായു, അല്ലേ? പഞ്ചഭൂതങ്ങളെ പറയുകയാണ്. കലർന്ന കാറ്റുടങ്ങ് അണഞ്ഞു പിന്നിൽ. എവിടെ അണഞ്ഞു നിൽക്കുന്നു? വ്യാപിച്ചു നിൽക്കുന്നു? ആകാശം. എല്ലാം ആയില്ലേ? മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. അപ്പൊ അവിടെ നിന്ന് തിരുവുള്ള കനിവുണ്ടായി ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പഞ്ചഭൂതങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. അതാണ് പറയുന്നത്, കലർന്ന കാറ്റോട് അങ്ങ് അണഞ്ഞു വിണ്ണിൽ അന്നും ഇന്നും. അന്നും ഇന്നും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴും ഇപ്പോഴും, എല്ലാ കാലവും, എല്ലായ്പ്പോഴും. അതാണ് അന്നും ഇന്നും. ഒന്നിരുന്നു മിന്നിടും. ഒന്നിരുന്നെന്ന് പറഞ്ഞാല് ഒരു മാറ്റവും ഇല്ലാതെ, യാതൊരു ചേഞ്ചും ഇല്ലാതെ, ഒരു മാറ്റത്തിന് എന്ത് ചെയ്യുന്നില്ല? വിധേയമാകാതെ അതിന്റെ തനതായ രൂപത്തിൽ ഇരിക്കുകയാണ്. ഏത്? മിന്നിടും. മിന്നിടുക എന്താണ്? പ്രകാശിക്കുക, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? നമ്മുടെ ഈശ്വരന്റെ സർവവ്യാപിത്വത്തെ കുറിച്ച് പറയുകയാണ്. ആ പരമാത്മ സ്വരൂപൻ എല്ലാത്തിലും ഉണ്ടല്ലേ? ഈ കാണുന്ന എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആരാണ്? ഈശ്വരൻ തന്നെയാണ്. ഈ കാണുന്ന പഞ്ചഭൂതാത്മകമായിട്ടുള്ള എല്ലാത്തിലും ഏക സത്യവസ്തു ആരെ തന്നെയാണ്? ഈ പറയുന്ന ഈശ്വരൻ മാത്രമാണ്. ആ പരമാത്മാവ് തന്നെയാണെന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, കനിഞ്ഞ് മണ്ണും അപ്പും അപ്പുറം കലർന്ന് കാറ്റൊടങ്ങണഞ്ഞ് വിണ്ണിൽ അന്നും ഇന്നും ഒന്നിരുന്നു മിന്നിടും. എന്നിട്ട് പറയാൻ ആരെ? മണം കലർന്ന മേനിയേത് അതിന്നു നീ. മണം കലർന്ന സുഗന്ധപൂരിതമായിട്ടുള്ള, സുഗന്ധം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ ജ്ഞാനം, അല്ലെ? സച്ചിത്താനന്ദ സ്വരൂപത്തെയാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ശാന്തസ്വരൂപനായിട്ടുള്ള, ജ്ഞാനസ്വരൂപനായിട്ടുള്ള. നമ്മളെപ്പോഴും ഗന്ധം എന്താ പറയുന്നത്? നല്ല അനുഭൂതിയാണ്. അപ്പൊ നല്ല അനുഭൂതി എന്ന് പറയുന്നത് ഏതുമായിട്ട് നമുക്ക് പറയാം? അറിവും എല്ലാം അതിൽ വരുന്നത്. ഏറ്റവും വലുതാണ് അറിവ്, അല്ലെ? ഇത് പറയല്ല, അറിവല്ലാതെ ഇവിടെ ഒന്നും പ്രപഞ്ചത്തില് ഇല്ല. നമ്മളും അറിവ് തന്നെയാണ്. ആ തിരിച്ചറിവാണ് ഗുരു അദ്വൈത ദർശനം തന്നെയാണ് പറയുന്നത്. പറയണം, മണം കലർന്ന മേനി ഏത് അതിന്നു നീ. ഇത് ചോദിച്ചിട്ട് പറയാണ്, ഈ മണം കലർന്ന മേനി ഏതാണ്? ഈ പറയുന്ന ശ്രേഷ്ഠനായ, ഈ വാഴ്ത്തപ്പെടുന്ന എല്ലാത്തിലും സകലത്തിലും പഞ്ചഭൂതങ്ങളിലും നിറഞ്ഞു തുളുമ്പുന്ന ആ
ആ സത്യ ബോധഘനമായ വസ്തു ഏതാണ്? അതിന്ന് നീ. ആര് തന്നെയാണ്? അത് നീ തന്നെയാണ് ഭഗവാൻ എന്നാ പറയുന്നത്. ഈ സകലത്തിലും കാറ്റായും അതുപോലെ ഈ പറയുന്ന ജലമായും അഗ്നിയായും എല്ലാം പ്രശോഭിച്ചു നിൽക്കുന്നത്, രൂപമെടുത്ത് ജ്വലിച്ചു നിൽക്കുന്നത് ആര് തന്നെയാണ്? നീ തന്നെയാണ് ഭഗവാനെ. അതൊന്ന് നീ തന്നെയാണ് ഈ കാണുന്ന എല്ലാം. എന്നിട്ട് അടുത്ത് എന്താ പറയുന്നത്? ഇതെന്നു നീ മലർ അല്ലെ, എന്താണ് പറയുന്നത്? മലർന്നിടും മണിക്കു മാനമില്ല. മലർന്നിടും എന്ന് പറഞ്ഞാൽ സദാ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, സദാ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന. മണി എന്താണ്? മണി രത്നം അല്ലെ, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസിനാണെന്ന് പറയുന്നത് നമ്മള് ഈ പറയുന്ന മണി എന്ന് പറയുന്നത്. അപ്പൊ മലർന്നിടും മണിക്ക് സദാ പ്രകാശം ചുരത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രകാശം വമിച്ചുകൊണ്ടിരിക്കുന്ന, പ്രോജ്വലിതമായി നിലകൊള്ളുന്ന രത്നത്തിന് പോലും എന്തില്ല? മണിക്കു മാനമില്ല. നിന്റെ അടുത്ത് നോക്കുമ്പോ എന്താണ്? അത് വെറും നിഷ്പ്രഭമായി പോയാണ്. അതിന് നിന്നോടെ പിടിച്ചിരിക്കാൻ ലജ്ജിച്ചെന്ത് ചെയ്യും? അതുവരെ തലതാഴ്ത്തുന്നുള്ള രീതിയിൽ പറയുകയാണ്. മണിക്കു മാനമില്ല, നീയുമായിട്ട് ഒരു സാമ്യവുമില്ല, നീയുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് നിസ്സാരമായി പോവുകയാണ് ഏത് ശ്രേഷ്ഠമെന്ന് പറയുന്ന രത്നം പോലും. മണിക്കു മാനമില്ല, മല്ലിടുന്ന ഒരു അല്ലും ഇല്ലിതിൽ അല്ലെ. മല്ലിടുന്ന അല്ലെ, പരസ്പര വിരുദ്ധങ്ങളായിട്ട് നിന്ന് പൊരുതുന്ന മല്ലന്മാർ എന്ന് പറയില്ലേ, മല്ലിടുക അല്ലെ, അടി ഉണ്ടാക്കുക എന്ന് പറയില്ലേ. മല്ലിടുന്ന, പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് സംഘർഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന, മല്ലിടുന്ന ഒരു അല്ലുമില്ലിതിൽ. നിന്റെ ആ സ്വരൂപത്തിൽ ഏതില്ല? ഒരു അല്ലുമില്ല. അല്ലലല്ല, അല്ലലാകുമ്പോൾ ദുഃഖമാണ് അല്ലെ. അല്ലെന്ന് പറയുമ്പോൾ എന്താണ്? അജ്ഞാനം അല്ലെ. അജ്ഞാനത്തിന്റെ ഇരുട്ടിനാണ് എന്തെന്ന് പറയുന്നത്? അല്ല് അല്ലെ. മല്ലിടുന്നത് അല്ല്. അല്ലെന്ന് പറയാം. മറ്റേ അല്ലലാണ് ദുഃഖം. ഇതൊരു ദുഃഖം തന്നെയാണ്. ജ്ഞാനമില്ലാത്ത ഇരുട്ടാകുന്ന അവസ്ഥ എന്ത് തന്നെയാണ്? ദുഃഖ കാരണമാണ്. വെളിച്ചമാണ് ഇതെന്ന് പറയുന്നത് അറിവ് അല്ലെ. അറിവ് ഏത് തരുന്നുണ്ട്? ആനന്ദവും തരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതിന്റെ അന്ധകാരം? അജ്ഞതയുടെ അന്ധകാരം നിന്നെ തൊടുന്നത് പോലുമില്ല. നീ സദാ ആരായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രത്നത്തിന്റെ കാന്തിയെ പോലും അല്ലെ ലജ്ജിച്ച് തെളാഴ്ത്തുന്ന തരത്തില്, നിഷ്പ്രഭമാക്കുന്ന തരത്തില് പ്രകാശമാനനായിട്ട്, പ്രോജ്വലിതനായിട്ട് സദാ നിലകൊള്ളുന്നവനാണ് ആര്? അതെയോ സദാശിവനായിട്ടുള്ള, സദാ മംഗളസ്വരൂപിയായിട്ടുള്ള നിന്റെ സ്വരൂപം, നിന്റെ വടിവാർന്ന രൂപം. അതാണ് ഗുരു പറയുന്നത് അല്ലെ. കനിഞ്ഞ് മണ്ണും അപ്പും അപ്പുറം കലർന്ന് കാറ്റുടങ്ങണഞ്ഞ് വിണ്ണിൽ അന്നും ഇന്നും ഒന്നിരുന്നു നിന്നിടും മണം കലർന്ന മേനി ഏത്? അത് ഇന്ന് നീ. അത് അങ്ങനെ എടുക്കണം. അത് ഇന്ന് നീ. മലർന്നിടും മണിക്കു മാനമില്ല, മല്ലിടുന്നൊരു അല്ലുമില്ലിതിൽ. അപ്പോൾ അല്ലയോ ഭഗവാനെ, നീ തന്നെയാണ് ഈ നമ്മൾ കാണുന്ന സംസാര സാഗരത്തിൽ, ഈ ഭവസാഗരത്തില് അല്ലെ, ഈ വിഷയങ്ങൾക്കെല്ലാം ഹേതുവായിട്ടുള്ള ഈ ലോകത്തില് പഞ്ചഭൂതങ്ങളുടെ രൂപത്തിൽ നിൽക്കുന്നത് ആര് തന്നെയാണ്? അതിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ശക്തി ചാലകത എന്ന് പറയുന്ന ആര് തന്നെയാണ്? അതിനെയെല്ലാം വിളക്കുന്നത്, അതിനെയെല്ലാം ജീവൻ നൽകുന്നത് നീയാകുന്ന ആ സത്താണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെന്തില്ല? അതിനെ താരതമ്യപ്പെടുത്താൻ ഒന്നുമില്ല. എപ്പോഴും പ്രകാശം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രത്നം പോലും നിന്റെ മുന്നില് ഒന്നുമല്ലാതായിട്ട് തീരുകയാണ്. നിന്നിലാണെങ്കിലോ അജ്ഞാനത്തിന്റെ ഒരു കണം പോലുമില്ല അല്ലെ. മല്ലടിക്കുന്ന അല്ലെ, പരസ്പര വിരുദ്ധങ്ങളായിട്ട് നമുക്ക് സംഘർഷം സൃഷ്ടിക്കുന്ന അജ്ഞതയുടെ ഒരു ലവലേശം പോലും അല്ലയോ ഭഗവാനെ നിന്റെ സ്ഥിരസ്വരൂപത്തിൽ ദർശിക്കാനേ കഴിയുക. അപ്പൊ ഭഗവാനെ വാഴ്ത്തുകയാണ്. അപ്പൊ ഇതും അദ്വൈത ദർശനം പറഞ്ഞത് ഏതാണ്? ഈ കാണുന്ന എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന എന്താണ്? ആ ഈശ്വര ചൈതന്യം മാത്രമാണ്. ഗുരുദേവൻ തന്നെ പറയുന്നില്ലേ, ഏത് പറയും? ആഴമേറും നിൻ മഹസാമാഴിയിൽ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. അകവും പുറവും തിങ്ങും മഹിമാവ് ആർന്ന. നമ്മൾ പലപ്പോഴും ചെല്ലുമ്പോൾ ആർന്നൊക്കെ ആയിരിക്കും അല്ലെ. മഹിമാവ് ആർന്നിരിക്കുന്ന, ആൾരൂപം എടുത്ത് നിൽക്കുന്ന. മഹിമാവ് ആർന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഒലിച്ചു പോയെന്നായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം കേട്ടാ. നമ്മൾ ഒത്തു ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അകവും പുറവും തിങ്ങും മഹിമാവാർന്ന അല്ലെ. 90% അങ്ങനെയാണ് ചേർന്നത്. നമുക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്താ പറയുന്നത്? ഭഗവാനെ നിന്റെ മഹിമ വാർന്നൊലിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത്. മഹിമാവ് എന്ത് ചെയ്യുന്നു? ഒരു ആൾരൂപം എടുത്ത് വാർന്നല്ലേ, ഒരു ആൾരൂപം എടുത്ത്. മഹിമാവ് ആർന്നാണ്, വാർന്നല്ല.
മാറുന്ന ഒരു ആൾരൂപം എടുത്ത് ഒരു മൂർത്തീഭാവം എടുത്ത് നിൽക്കുന്നതാണ് നീ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അവിടെ അത് ശ്രദ്ധിച്ചോണേ. മഹിമാവ് ആറുന്ന അപ്പൊ അകവും പുറവും ഉണ്ടാകും. അതാണ് ഇവിടെയും പറയുന്നത്. ഈ കാണുന്ന എല്ലാത്തിന്റെയും പുറമേയും അകത്തും നിറഞ്ഞിരിക്കുന്ന ആര് തന്നെയാണ്? നീയാണ്. ഏകസത്യമായിട്ടുള്ള നീയാണ്. പരമ്പൊരുളായിട്ടുള്ള നീയാണ്. പരമാത്മാവായിട്ടുള്ള നീയാണ്. പരബ്രഹ്മമായിട്ടുള്ള നീയാണ്. വേറൊന്നുമില്ല. അപ്പൊ ഇത് തന്നെയാണ് ഗുരു ആവർത്തിച്ച് പറയുന്നത്. നിനക്കിൽ നീയും ഞാനും ഒന്നു തന്നെ. നിനക്കിൽ നീയും ഞാനും ഒന്ന് തന്നെ. ഇത് എന്ന് കൈവരും എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലേ? ഒരു എപ്പോഴും മനസ്സിലാക്കേണ്ടത് വലിയ ഗുരുക്കന്മാരെല്ലാം ചെയ്യുന്നത്, നമ്മൾ ടീച്ചേഴ്സ് ആയ പോലും അങ്ങനെയാണ്. ഒരു പോയിന്റ് കുട്ടിയെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആവർത്തിച്ച് പല വാക്കിൽ കൂടെ അത് പ്രസന്റ് ചെയ്യും. അപ്പൊ കുട്ടിയൊക്കെ എന്ത് ചെയ്യും? അതിന്റെ ആ സത്ത്, അതിന്റെ സാരാംശം അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഒരു തവണ പറഞ്ഞാൽ നമ്മൾ ഓർക്കും. ഒരു കാര്യം പല വാക്കിൽ കൂടെ പറയുമ്പോഴും നമുക്ക് ബോറടിക്കുകയില്ല, നമ്മൾ ഉൾക്കൊള്ളും. അതേ ടെക്നിക്കാണ് ഗുരു എല്ലാ കൃതിയിലും നടത്തിയിരിക്കുന്നത്. ഗുരു പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അത് നിന്നിൽ നിന്നും അന്യമല്ല. ഈ തത്വം തന്നെയാണ് ഗുരുവിന്റെ എല്ലാ കൃതികളിലും ഗുരു ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാര്യം നമ്മളെ വേഗമൊന്നും പഠിക്കുന്ന ആളുകൾ അല്ല, അല്ലേ? അപ്പൊ ഇങ്ങനെ കേട്ട് വരുമ്പോൾ ബ്രെയിനിൽ എന്തുണ്ടാവും? ഗുരുവുകളുണ്ടാവും, ചില ശാലുകളുണ്ടാവും. ഗുരുവുകൾ പുതിയ എപ്പിജനസിസ് എന്ന് പറയുന്ന പുതിയ സെല്ലുകൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ മാറ്റം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഗുരു ഇങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്, ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ ഉള്ളിലോട്ട് ഓരോ പോയിന്റിനെയും സ്വാംശീകരിക്കാനുള്ള ഒരു ക്ഷമത നമുക്ക് ഗുരു പ്രദാനം ചെയ്യും. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തേക്ക് പോവാം. അടുത്ത സിമ്പിളാണ്. ഇതിൽ കിടന്നു കേളുവാണു നാൾ കഴിഞ്ഞിടുന്നിനി ഇതിൽ പരം നിനക്കിലെന്നു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞു മതിക്കുടം കവിഞ്ഞു വായുമാറ് ചൂടിയാടു നീ. ഇതിൽ കിടന്നു കേളുവാണു നാൾ കഴിഞ്ഞിടുന്നിനി ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞു മതിക്കുടം കവിഞ്ഞു വായുമാറ് ചൂടിയാടു നീ. ഇനി ഒന്ന് പിരിച്ചു നോക്കാം. ഇതിൽ കിടന്ന് കേണുവാണ് നാൾ കഴിഞ്ഞിടുന്ന് എനിക്ക് ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്ന് അണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞ് മുൻ മതിക്കുടം കവിഞ്ഞു വായും ആറ് ചൂടി ആട് നീ. ഇത്തിരി കൂടെ ഒരു ക്ലാരിറ്റി വന്നാണ്, അല്ലെ? ഇത്തിരി കൂടെ നമുക്കൊരു ഒന്നുകൂടെ പറയാം. ഇതിൽ കിടന്ന് കേണ് വാണ് നാൾ കഴിഞ്ഞിടുന്ന എനിക്ക് ഇതിൽ പരം നിനക്കിൽ എന്തു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്ന് അണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞു മുൻ മതിക്കുടം കവിഞ്ഞു വായും ആറ് ചൂടി ആട് നീ. നമുക്കിനി ഓരോ ഇത് നോക്കാം. ഇതിൽ കിടന്നു കേഴുവാൻ. ഇതിൽ കിടന്നു പറയുന്ന ഏതാ? ഇതിൽ കിടന്നു. ഇവിടെ ഇതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഇതിൽ കിടന്നു ഇതെന്നാൽ ഈ സംസാര സാഗരത്തില്, ഈ ജഡലോകത്തിൽ ജനന മരണ ചക്രങ്ങൾക്ക് മാത്രം സാക്ഷ്യം വഹിക്കുന്ന ഈ പാരിൽ, സംസാര സാഗരത്തിൽ, ഭവസാഗരത്തിൽ, അതാണ് പറയുന്നത് ഇതിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പാട്ടുവിടെയാണ്, അല്ലെ? ചക്രശ്വാസം വരിക എന്ന് പറയുന്നില്ലേ? ഇതിൽ കിടന്ന് കേണുവാണ്. ഇവരുടെ പദങ്ങൾ കണ്ട നമ്മൾ ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളൊക്കെയാണ് ചില ബുക്കിലൊക്കെ കാണുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മൾ പറയില്ലേ കേണുവാണ്. ഞാൻ അവരോടെ കേണുവാണ് കിടന്ന് വീണ് പറഞ്ഞു, കേണു വീണ് പറഞ്ഞെന്നൊക്കെ പറയും, അല്ലെ? കേണു വാണെന്ന് പറഞ്ഞ എന്താണ്? വാണെന്നതില് വാഴുക. കേഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? കരഞ്ഞ് വിഷമിച്ച് കരഞ്ഞ് നിർബന്ധം പിടിച്ച് കാണിക്കുന്നതാണ് കേഴുക. എന്ത് കൊച്ചു പദങ്ങളടിക്കുന്നത്! കേണ് വാണ്. ഈ സംസാര സാഗരത്തിൽ വീണ് അതിൽ കിടന്ന് ദുഃഖിച്ച് കരഞ്ഞ് വിളിച്ച് ജീവിക്കുന്നു, വാഴുന്നു. കേണുവാണ്. എങ്ങനെ നാൾ കഴിഞ്ഞിടുന്നു. കേണു വാഴുന്ന വഴി എന്ത് ചെയ്യാണ്?
നാളുകൾ ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് പോകുന്നു? എന്റെ ആയുസ്സും അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആയുസ് എന്താ? ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേടുവാനും നാൾ കഴിഞ്ഞിരുന്നു, ദിവസങ്ങൾ കടന്നു പോകുന്നു, എന്റെ ആയുർ ദൈർഘ്യം എന്ത് ചെയ്യുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേടുവാനും നാൾ കഴിഞ്ഞിടുന്നു, എനിക്ക് ഒരു സാധാരണ നാടൻ പ്രയോഗം എനിക്ക്. നമ്മൾ ചില നാട്ടിൻപുറത്തൊക്കെ പറയും എനിക്ക് എന്ന് പറയുന്നത് എന്താ പറയും? എനിക്ക് അല്ലേ? എനിക്ക് എന്ന് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് ഇതിൽ പരം നിനക്കിൽ. ഇതൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട്? എക്സ്പ്ലെയിൻ വേണ്ടല്ലോ. ഇതിൽ പരം ചിന്തിച്ച് നോക്കിയാൽ, ഇതിനേക്കാളും നിനക്ക് ഓർത്ത് നോക്കിയാൽ വന്നിടുന്നു സങ്കടം. ഇതിനേക്കാളും ഇനി വല്ല ഗതികേട് എനിക്ക് വരാനുണ്ടോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. അല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിൽ കിടന്നു കേടുവാനും നാൾ കഴിഞ്ഞിടുന്ന്, ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. ഭഗവാനെ ഒന്ന് നനച്ചു നോക്കിയാൽ ഇതിൽ കഴിഞ്ഞെനിക്ക് എന്തോ ദുഃഖം വേണോ വയ്യാണ്. ഈ സംസാര സാഗരത്തിൽ അങ്ങനെ ഇട്ട് ഭവസാഗരത്തിലിട്ട് ഇങ്ങനെ വട്ടം കറക്കുകയാണല്ലോ ഭഗവാനെ എന്ന് പറയണം. ഇതിൽപരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. പിന്നെന്താ പറയുന്നത്? മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ. ഭഗവാന്റെ സംബോധന ചെയ്യുന്നുണ്ട്. അയ്യോ മന്നവാ, നാഥ, അയ്യോ രാജാതിരാജ, അല്ലേ? മന്നവാ എന്താ പറയുന്നത്? മതിക്കൊഴുന്നണിഞ്ഞിടുന്ന. മതിക്കൊഴുന്ന് എന്താണ്? മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അല്ലേ? ചന്ദ്രക്കല, ചന്ദ്രക്കലയാകുന്ന കൊഴുന്ന്. കൊഴുന്ന് കടലിലൂടെ കിട്ടുന്ന ഒരു ഇലയുണ്ടല്ലോ, കൊഴുന്ന്. ആ കൊഴുന്ന മതി, ചന്ദ്രക്കലയാകുന്ന കൊഴുന്നണിഞ്ഞ് വിളങ്ങുന്ന മന്നവ, അതായത് ചന്ദ്രകലാധര എന്ന് പറയുന്നത്. ഹിന്ദു ചൂട. അല്ലയോ ചന്ദ്രകലാധര, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന. അണിയുക എന്താണ്? ആഭരണമായി ധരിക്കുക. അണിഞ്ഞിടുന്ന മന്നവ കനിഞ്ഞ മുൻമതിക്കുടം. കനിഞ്ഞ് കനിവുണ്ടായി മുൻമതിക്കുടം. ഇത് എനിക്ക് എന്റേതായിട്ട് തോന്നി, ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ വേറെ എന്റെ രീതിയിൽ അത് ചെയ്തതാണ്. അപ്പൊ മുൻമതിക്കുടം എന്ന് പറയുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി. അപ്പൊ കുടം എന്ന് പറഞ്ഞിരിക്കുന്നത് മുൻമതി, ശ്രേഷ്ഠമായ അറിവിന്റെ കുടം. അതാണ് ഏത്? ഭഗവാന്റെ ശിരസ്. കണ്ടിട്ടില്ലേ? ഇങ്ങനെ ജടാകുബ ഇരിക്കുന്ന കണ്ടാൽ ഒരു പർവ്വതം കണക്കാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു കുടം, അല്ലെ? കണക്കിരിക്കുക. അപ്പൊ അതാ പറഞ്ഞത് മുൻമതിക്കുടം. നിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ആ തിരു എന്താണ്? ശീർഷം. അപ്പൊ ഭഗവാന്റെ തല, ഭഗവാന്റെ തലയെ കുറിച്ച്, ശിരസിനെ കുറിച്ചാണ്, നിന്റെ തിരു ശിരസിനെ കുറിച്ചാണ് പറയുന്നത്. ഏത്? മുൻമതിക്കുടം, ഭഗവാന്റെ ശ്രേഷ്ഠമായ ആ തല. അതാ പറയുന്നത് മുൻമതിക്കുടം കവിഞ്ഞു പായും. അവിടെ ഏതുണ്ട്? ഗംഗയുണ്ട്. അതെന്ത് ചെയ്യാണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? കവിഞ്ഞു പായും, കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന. മുൻമതിക്കുടം കവിഞ്ഞു പായും, കവിഞ്ഞു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആറ്. അതേതാണ്? ഗംഗ. ആറ്, ഗംഗയാകുന്ന ആറ്, കവിഞ്ഞു പാറും ആറ്. ചൂടി ആടു നീ. അതിനെ നീ എവിടെ ധരിച്ചിരിക്കുകയാണ്? ചൂടിയിരിക്കുകയാണ് ശിരസിൽ. ചൂടി നീ ആടു. ഇതാണ് പറയുന്നത്. മുൻമതിക്കുടം കവിഞ്ഞു പായും ആറ് ചൂടിയാടും നീ. നിന്റെ ശിരസിലെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഏറ്റവും വലിയ ജ്ഞാനം നിന്റെ ശിരസിൽ, അല്ലേ? നിന്റെ ശിരസിലാണ്. നീയാണ് എന്താണ്? സച്ചിത് ആനന്ദ സ്വരൂപനാണ്. അങ്ങനെയുള്ള നിന്റെ ശിരസിൽ നീ എന്തിനെ അണിഞ്ഞിരിക്കുന്നു? ആ ഗംഗാനദിയെ അണിഞ്ഞിരിക്കുന്നു. ആ ഗംഗാനദി ഏതാണ്? നമ്മുടെ ജീവൻ വേണമെങ്കിൽ ഏത് വേണം? ജലം വേണം. സ്വർഗഗംഗ എന്നാ പറയുന്നത്. അറിവിന്റെ ഗംഗാനദി പ്രവാഹമാണ്. അപ്പോൾ അറിവിന്റെ, അല്ലെ, നമ്മുടെ അജ്ഞതയെല്ലാം നീക്കി നമുക്ക് അമൃതത്വം നൽകുന്ന അറിവ് കിട്ടിയ എന്തായി? നമ്മൾ അമരന്മാരായി. നമ്മൾ ആത്മാവാണെന്ന് അറിയുമ്പോൾ ആത്മാവിന് നാശമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആരായി? അമരന്മാരായി. അമൃതം കുടിച്ച് അമരന്മാരായിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗംഗാനദി, പാഞ്ഞൊഴുകുന്ന ഗംഗാനദിയെയും തലയിൽ ധരിച്ചുകൊണ്ട്, അല്ലയോ ഭഗവാനെ, നീ നിന്റെ ആനന്ദ നടനമാടും. ഇത് ആ പടം വരച്ച് കാണിക്കാൻ നിങ്ങൾ ചിന്തിച്ചേ ഉള്ളൂ. ഭഗവാന്റെ ശിരസിൽ നിന്നല്ലേ ഗംഗ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ട് ഭഗവാൻ ആനന്ദ നടനം ആടുകയാണ്. അപ്പൊ സ്വർഗഗംഗയെ ഭൂമിയിലോട്ട് അറിയാലോ ഭഗവാനാണ് എത്തിക്കുന്നത്. ഭഗവാന്റെ ശിരസിൽ നിന്നാണ് വരുന്നത്. അതിനെ താങ്ങി നമുക്ക് അത് താങ്ങാവുന്ന രീതിയിൽ, അല്ലെ, നമുക്ക് ഉൾക്കൊള്ളാവുന്ന അളവിൽ പ്രദാനം ചെയ്ത ആരാണ്? ഭഗവാൻ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ എടുക്കണം. മുൻമതിക്കുടം കവിഞ്ഞ് പായും ആറ് ചൂടി ആടും നീ. അപ്പൊ എന്താ പറയുന്നത്? അല്ലയോ ഭഗവാനെ, ഈ
ഭവസാഗരത്തിൽ കിടന്ന് കേടുവാണ് ഞാൻ മടുത്തിരിക്കുകയാണ്. അങ്ങ് എന്ത് ചെയ്യുക? നിന്റെ മുൻമതിൽക്കുടം, നിന്റെ ശ്രേഷ്ഠമാകുന്ന തലയില് അറിവിന്റെ ആ ഗംഗാനദീ പ്രവാഹത്തെ നമുക്ക് എന്താണ് പറയുന്നത്, അനർഘ നിർഗളമായി പ്രവഹിച്ചു തന്ന് നമുക്കത് ചൊരിഞ്ഞു തന്നുകൊണ്ട് നമ്മളെ പ്രബുദ്ധരാക്കിക്കൊണ്ട് നമ്മളും അറിവാണെന്നുള്ള ബോധത്തിൽ എത്തിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുക? എന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലാണല്ലോ ഇത്, ആനന്ദ നടനം ആടൂ എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? വാക്കുകളൊക്കെ കുഴപ്പമില്ലല്ലോ? അതാണ് ഇതിന്റെ. പിന്നെ അടുത്ത നമ്മുടെ ലാസ്റ്റ് പാട്ടിലോട്ട് കിടക്കുകയാണ്. അടിക്കു വന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമഃ ശിവായ നായക നമോ നമഃ. അടിക്കു വന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമഃ ശിവായ നായക നമോ നമഃ. ഇവിടെ എന്താ പറയുന്നത്? അടിക്ക് പന്നി പോയി നിൻ മുടിക്ക് ഒരു അന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമഃ ശിവായ നായക നമോ നമഃ. നമ്മളിങ്ങനെ പിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ അർത്ഥം കിട്ടും. കാര്യം പദങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്, നമുക്കിത് പിരിച്ചെടുക്കാൻ പാടാം. ഗുരുവിന്റെ പല കൃതികളിലും അങ്ങനെയാണ്. വാക്കുകളല്ലേ, കാളി നാടകം ഇങ്ങനെയുള്ള അടുത്തടുത്ത് സുബ്രഹ്മണ്യന്റെ പല കൃതികളും അത് കണക്കാം. നമുക്കത് പിരിച്ച് എടുത്താലേ നമുക്ക് ഉൾക്കൊള്ളാൻ പരുവത്തിൽ ആവത്തുള്ളൂ. ചിലപ്പോൾ അങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല, നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമാണ്. മറ്റോ നിങ്ങൾ ചുമ്മാ എന്താണ് കൊച്ചു കുട്ടികൾ സ്കൂളിൽ ബൈഹാർഡിന്നായി ചെയ്യേണ്ടി വരും. പക്ഷെ അർത്ഥം അറിഞ്ഞ് പിരിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് കണ്ടുപടച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഉറക്കത്തിൽ വരെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാ പറയുന്നത്, അടിക്ക് പന്നി പോയി. അടിക്ക് എവിടെ പോയി നടന്ന പന്നി പോയി. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ രണ്ട് രീതിയിലുള്ള ഇത് പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഈശ്വരന്റെ വാസസ്ഥലം എവിടെയെന്നാ പറയുന്നത്? ഹൃദയ കുണ്ടലീകത്തിൽ എന്നാണ് പറയുന്നത്, അല്ലെ? ഹൃദയത്തില് നമുക്ക് ആത്മീയ ഹൃദയമുണ്ട്. അതൊരു എന്താ പറയുക, താമരയാണ്. അതിന്റെ തടത്തിൽ, അതിന്റെ അകത്താണ് ആര് വസിക്കുന്നതെന്നാണ് പറയുന്നത്, വേദാന്തികൾ പറയുന്നത്. ഹൃദയ കുഹരത്തിലാണ് നമ്മളുടെ ആ ജ്യോതിഷ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വെളിയിലല്ല അന്വേഷിക്കേണ്ടത്, എവിടെയാണ്? നമ്മൾ ബാഹ്യം വെളിയിലോട്ടല്ല പോകേണ്ടത്. അതാണ് ഗുരുവേദൻ പറയുന്നത്, അല്ലെ? ഇന്ദ്രിയങ്ങളെ ഉള്ളിലടക്കി വീണ് വണങ്ങിടണമെന്ന് പറയുന്നതാണ്, അല്ലെ? നമ്മൾ അകത്തോട്ടാണ് പോകേണ്ടത്. ഇന്ദ്രിയങ്ങളെല്ലാം ഇങ്ങോട്ടാണ്, പുറത്തോട്ടാണ്. അപ്പൊ അതിനെയെല്ലാം സംയമനം ചെയ്ത് ഉള്ളിലോട്ട് പോകുന്നവനാണ് ആരെ അറിയുന്നത്? ഞാൻ ആരാണ് എന്നുള്ള ആ സത്യത്തെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഹൃദയ കുഹരത്തില് ഈശ്വരനുണ്ട്. അപ്പൊ ഹൃദയത്തിലാണ് നമ്മൾ ഇതിനെ അറിയുന്നത്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഹൃദയം നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്നും മുകളിലോട്ട് ആര് പോകുന്നു? പ്രാണന്റെ രൂപത്തിൽ. ശ്രദ്ധിച്ചോണം, മുകളിലോട്ട് പ്രാണന്റെ രൂപത്തിൽ അതിനെ അരയന്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. അരയന്നമായിട്ട് പ്രാണൻ പോവുകയാണ്. താഴോട്ട് ഏത് പോകുന്നു? പന്നിയുടെ രൂപത്തില് അപാനം. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കൃതി എടുക്കുമ്പോഴും കഴിവതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളതും കൂടെ കുഴക്കി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര അപ്പൊ ആള് നിങ്ങൾ പറയുവാ കൊള്ളാം സാറ് ഭയങ്കര പാണ്ഡിത്യം, സംസ്കൃതം കോട്ട് ചെയ്തു, ഭയങ്കര വാക്കുകൾ അടിച്ച്, നിങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യത്തില്ല, ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അതിന് വരെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. അവിടെ നിന്ന് പറഞ്ഞു വെച്ചതിന്റെ അല്പമെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ, നുണയാനൊരു അവസരം കിട്ടണമെന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് സിമ്പിളായിട്ട് പറയുന്നത്, ഹൃദയ കുഹരത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പൊ ഹൃദയ കുഹരത്തിൽ ഈശ്വരന്റെ അവിടെ നിന്ന് മുകൾ ഭാഗത്തോട്ട്, ഹൃദയത്തിന്റെ മുകളിലോട്ട് ഏത് പോയി? പ്രാണന്റെ രൂപത്തിൽ അരയന്നം പോയി. താഴോട്ട് അപാനന്റെ രൂപത്തില് പന്നിയും പോയി. കാര്യം അപ്പൊ ഇത് രണ്ടും രണ്ട് വിപരീത ദിശയിൽ പോയതിനെ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഞാൻ ആരാണെന്നുള്ള ബോധം നമുക്ക് വെളിവാകുന്നത്. ഇതിപ്പോ എന്താണ്? രണ്ടും രണ്ട് ദിശയിൽ പോയി. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശാരീരികമായിട്ടുള്ള
ഈ ബാഹ്യ ലോകത്തിൽ നമ്മൾ ആകൃഷ്ടരായി പോകുന്നത്. ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിവ് മാത്രമാണെന്ന് തിരിച്ചറിയും. പക്ഷേ നമ്മൾ ജനിച്ച് കുറച്ചാകുമ്പോൾ എന്ത് ചെയ്യും? ഇത് രണ്ടും രണ്ട് ദിശയിലോട്ടങ്ങ് പോകും. ഇതിനെയാണ് നമ്മുടെ യോഗികൾ പ്രാണായാമത്തിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവന്ന് ഹൃദയത്തിൽ സംയോജിപ്പിക്കുമ്പോഴാണ് ഏതുണ്ടാകുന്നത്? കുണ്ടലിനി പ്രസരണം ഉണ്ടായിട്ട് നമുക്ക് ആത്മജ്ഞാന അനുഭൂതി ഉണ്ടാകുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ, റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ ആ ഒരു സെൻസ് എടുക്കുക. അതാണ് അടിക്ക് പന്നി പോയി അപാനനാകുന്ന. അതായത് പഞ്ചപ്രാണന്മാരെന്ന് പറയും, കേട്ടിട്ടില്ലേ? പ്രാണന്മാർ 5 പേരുണ്ട്. ഏതൊക്കെയാണ്? പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. ഇങ്ങനെ 5 നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മുകളിലോട്ട് പോകുന്നതാണ് ഏത്? പ്രാണൻ. അതാണ് സൂര്യപ്രകാശം ഉൾക്കൊള്ളുന്ന നമ്മുടെ ശരീരത്തെ തേജസ്സുറ്റതാക്കി മാറ്റുന്നത്. അതിന് പകരം നമ്മുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ നടക്കുന്ന ഏതിന്റെ തള്ളലൂലമാണ്? അപാനനാണ്, താഴോട്ട് പോകുന്ന വായുവാണ്. അതുകൊണ്ടാണ് അപാനനെ ഏതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? അടിക്ക് പന്നി. പന്നി ചുറ്റിയിൽ കിടക്കുന്ന മൃഗമാണോ? പന്നി എപ്പോഴും എവിടെയാണ്? പന്നിയെ കൊണ്ട് നമ്മൾ എത്ര വീട്ടിൽ വളർത്തിയാലും ചെളി കൊണ്ട് കാണിച്ചാൽ ആദ്യം റെഡിയായി വരും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ അമേദ്യവും വേണ്ടാത്ത എല്ലാത്തിനെയും പുറന്തള്ളുന്ന ആ പ്രാണശക്തിയാണ് ഏത്? അപാനൻ. അപ്പൊ അപാനൻ താഴോട്ടും പോയി, പ്രാണൻ അല്ലെ നമ്മുടെ ജീവന്റെ തുടിപ്പായിട്ടുള്ള ആ പ്രാണൻ മുകളിലോട്ടും പോയി. അപ്പൊ അതാണ് ഗുരു പറയുന്നത്, അടിക്കു പന്നി പോയി മുടിക്ക് ഒരു അന്നം. അന്നം എന്താണ്? ശ്രേഷ്ഠമായിട്ടുള്ളതാണ് കേട്ടോ. അന്നം മുകളിലോട്ടേത് പോയി? അന്നത്തിന്റെ രൂപത്തിൽ പ്രാണനും പോയി. പിന്നെന്താ പറയുന്നത്? അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? നീയാകുന്ന സത്യത്തെ അടുത്തു കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത് അല്ലെ? ഒരിക്കലും നീയാകുന്ന സത്യത്തെ എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം രണ്ടും വ്യത്യസ്ത ദിശയിൽ പോയിരിക്കുക. ഇവനെ കൊണ്ടുവന്ന് ഇവിടെ ഏകീഭവിപ്പിച്ചാലേ എന്ത് ചെയ്തുള്ളൂ? ആത്മാനുഭൂതി എനിക്ക് ഉണ്ടാകൂ. നീയാകുന്ന സത്യത്തെ എനിക്ക് അറിയാൻ കഴിയും. അതാണ് അടിക്കു പന്നി പോയി നിൻ മുടിക്കരന്നവും പറന്നെടുത്തു കണ്ടതില്ല അല്ലെ? നിന്നെ പറന്നു പോയി എന്ത് ചെയ്തു? എന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റിയില്ല, നിന്നെ അറിയാനായിട്ട് കഴിഞ്ഞില്ല. അഗ്നിശൈലമേ എന്നാ പറയുന്നത്. അഗ്നിശൈലം എന്താണ്? അഗ്നിശൈലം എന്താണ്? പർവ്വതം. അഗ്നിപർവ്വതം. അഗ്നിപർവ്വതം എങ്ങനെയാണ്? അഗ്നിപർവ്വതം പൊട്ടി ആദ്യത്തെ ലാഭ വരും. അതുപോലെയാണ് ഭഗവാന്റെ തൃക്കണ്ണ്, ജ്ഞാനനേത്രം അല്ലെ? അതിലെന്ത് ചെയ്തു? കാമനെ ചുട്ടക്കണ്ണുള്ള കാലാരിതൻ പറയുന്നില്ലേ അല്ലെ? കാലാരിയാണ്, കാമനെ എരിച്ച ആളുമാണ് അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നീ എന്താണ്? അഗ്നിശൈലമാണ് അല്ലെ? എല്ലാത്തിനെയും നമ്മുടെ കർമ്മവാസനകളെ എല്ലാം എരിച്ചു കളഞ്ഞ് നമ്മളെ ജ്ഞാനത്തിന്റെ ലെവലിലോട്ട് ഉയർത്തുന്നത് ആരാണ്? അല്ലയോ അഗ്നിശൈലമേ, നീയാണ്. നീയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിലുള്ള കാമനെ എരിച്ച് ചാമ്പലാക്കി നമ്മെ ഏതിലോട്ട് ഉയർത്തുന്നത്? ആത്മജ്ഞാനത്തിന്റെ അനുഭൂതിയിലോട്ട് ഉയർത്തുന്നത്. എന്നിട്ട് പറയാണ്, എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോട്. അയ്യോ ഭഗവാനെ, എന്ത് ചെയ്യുക? ഈ ഇന്ദ്രിയങ്ങളാണ് എന്നെ എന്ത് ചെയ്യുന്നത്? ബാഹ്യമായ ലോകത്തിലിട്ട് കുഴയ്ക്കുന്നത്. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടെ. എന്റെ എല്ലാ ഈ ഇന്ദ്രിയങ്ങളോടെ, കർമ്മജ്ഞാന ഇന്ദ്രിയങ്ങള് എല്ലാത്തിനെയും മനസ്സിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നീ എന്ത് ചെയ്യുക? എന്നെ അങ്ങ് വിഴുങ്ങുക. നീ നിന്നിലോട്ട് തന്നെ ചേർക്കുക എന്ന് പറയുന്നത്. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. നീ എന്ത് ചെയ്യരുത്? താമസിക്കരുത്. കാലവിളംബമന്യേ, എത്രയും അല്ലെ വേഗം. നമ്മൾ പറയല്ലേ ഏർലിയർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മള് എത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യാണ്? ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക. നടിച്ചിടും. ഈ നടനം മൊത്തവും, ഈ പ്രപഞ്ച നാടകം മൊത്തവും നടിക്കുന്ന നടനമാടുന്ന ആരാണ്? അയ്യോ നീ തന്നെയാണ്, നിന്റെ ലീല തന്നെയാണ്. നടിച്ചിടും നമശിവായ നായക. അയ്യോ നായക, അങ്ങ് ആരാണ്? നമശിവായനാണ്, മംഗളസ്വരൂപിയാണ്. ഇല്ലയോ മംഗളസ്വരൂപിയായ നായക, നമോ നമ, അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം. ഒരു ആവർത്തിച്ച് പറയുന്നത് അല്ലെ? ആ ഭക്തി പാരമ്യത കാണിക്കുകയാണ്. അയ്യോ അങ്ങനെയുള്ള നായക, അവിടത്തേക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇത് തന്നെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാല് ഈ അപാനനെ ഇത്തിരി കുഴപ്പിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു കാര്യം പറയാം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അടിക്കു പന്നി പോയി നിൻ മുടിക്കരന്നം. അത് ഏതെടുക്കാം? പണ്ട് നിങ്ങളെ കഥ കേട്ടിട്ടില്ലേ പുരാണത്തില്? ഈ ദൈവം നമ്മുടെ ഇടയിൽ മാത്രമല്ല, ആർക്കും അടിയൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ. അവരിൽ ആരാണ് സുപ്രീം?
അല്ലേ? ഏറ്റവും ശക്തനാരാണ് എന്നറിയാനായിട്ട് അവർക്കൊരു ചില സമയങ്ങളിൽ ചെറിയ പോട്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവർ രണ്ടുപേരും വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ആരെ? വിഷ്ണുവും ബ്രഹ്മാവും. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ മധ്യഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വലിയൊരു ശിവലിംഗം ഉണ്ടാകുക, ഒരു ജ്യോതിർലിംഗം ഉണ്ടാകുക. അപ്പൊ ഈ ജ്യോതിർലിംഗത്തിന്റെ ഉടുപ്പോ അതിന്റെ പറയത്തില്ല, അതിന്റെ അടിയും മുടിയും അതിന്റെ പാദവും ശിരസ് കാണാനായിട്ട് ഇവരെന്ത് ചെയ്തു? അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് 1,000 രൂപ എടുത്തു, 1,500 രൂപ എടുത്ത് ഭഗവാന്റെ തല കാണാനായിട്ട് മേളിലോട്ട് പറഞ്ഞു. വിഷ്ണു എന്ത് ചെയ്തു? പന്നിയുടെ രൂപം സ്വീകരിച്ച് എന്ത് ചെയ്തു? താഴോട്ട് പോയി. അല്ലെ? അതാണ് പറഞ്ഞത്, അടിക്കു പന്നി പോയി. താഴോട്ട് ആര് പോയി? നിന്റെ തുടക്കം എവിടെയാണ്? നിന്റെ തുടക്കം, നിന്റെ പാദമെന്ന് കാണാനായിട്ട് അയ്യോ ഭഗവാനെ, വിഷ്ണു ഭഗവാൻ താഴോട്ട് പോയി. വരയന്നത്തിന്റെ രൂപത്തിൽ ആര് ചെയ്തു? വിഷ്ണു ഭഗവാൻ മേളിലോട്ടും പറഞ്ഞു. എന്നിട്ട് ഇവര് പറയാണ്, പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും. അവരിത്രയും പാടുപെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നിന്റെ ആദ്യാവസാനം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് തോറ്റു പിന്മാറിയെന്നാ പറയുന്നത്. പക്ഷെ ആ കഥയിലൊരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും 2 ദിശയിലോട്ട് പോയാണ്. അപ്പൊ മേളിൽ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ബ്രഹ്മാവ് കുറേയൊക്കെ യാത്ര ചെയ്ത് ഒരു രക്ഷയില്ല. അപ്പോ വിഷ്ണു എന്ത് ചെയ്തു? പരാജയം സമ്മതിച്ചു, മടങ്ങി. കഴിയില്ല, അദ്ദേഹം മനസ്സിലാക്കി നമ്മളെക്കാളും എത്രയോ ശ്രേഷ്ഠനാണ് മംഗളസ്വരൂപിയായ ശിവഭഗവാൻ എന്ന് മനസ്സിലാക്കി ആ പരബ്രഹ്മത്തെ നമിക്കുന്നു. പക്ഷേ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? തോറ്റുകൊടുക്കാൻ മനസ്സനുസരിച്ചില്ല. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? നമ്പർ ഇറക്കി. ഇപ്പോഴത്തെ പുതിയ പരിപാടി. ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഇങ്ങനെ പൊക്കിയപ്പോൾ മേളിൽ നിന്നൊരു കൈതപ്പൂ വരുന്നുണ്ട്. അപ്പൊ കൈതപ്പൂവിനെ കള്ളസാക്ഷി പറയാൻ പറഞ്ഞു. നീ ഭഗവാന്റെ ശിരസിൽ നിന്ന് വരുന്നതിന്റെ ഞാൻ കണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നു. അങ്ങനെ കൈതപ്പൂ താഴെ വന്നിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു, ഞാൻ ഭഗവാനെ കണ്ടു, അതായത് ബ്രഹ്മദേവൻ അറിയാൻ കഴിഞ്ഞു എന്ന് കള്ളസാക്ഷി പറയും. ആ ദേഷ്യത്തിലാണ് ശിവൻ എന്ത് ചെയ്യുന്നത്? ബ്രഹ്മാവിന്റെ ഒരു തല എന്ത് ചെയ്യും? ഉള്ളി അങ്ങ് കളയുന്ന പറഞ്ഞു. എന്ത് ചെയ്തു? ഒരു തല, അതായത് കള്ളം പറഞ്ഞ ആ ബ്രഹ്മദേവന്റെ ഒരു ശിരസിനെ ഉള്ളി അങ്ങ് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇനി ആരും ആരാധിക്കില്ല. ബ്രഹ്മദേവൻ അല്ലേ? ക്രിയേഷൻ ആണല്ലേ? ക്രിയേഷന്റെ ആളാണ്. പക്ഷെ ബ്രഹ്മദേവനെ നമ്മൾ ആരാധിക്കാറുണ്ടോ? വളരെ അല്ലേ? ഇങ്ങനെ ആരാധിക്കാറില്ലെന്നുള്ളത്. അതേ കണക്ക് കൈതപ്പൂവിന് എന്ത് പറ്റി? കൈതപ്പൂവിനെ ഇനി പൂജയ്ക്ക് ഇടുകയില്ലെന്ന്. അതുകൊണ്ടാണ് കൈതപ്പൂവിന് എന്ത് ചെയ്യാറില്ല? നമ്മളെ പൂജാ സാമഗ്രിയല്ലേ, പൂജയ്ക്കായിട്ട് അർച്ചന പുഷ്പമായിട്ട് ഭഗവാനെ അല്ലെ അർച്ചന ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല? എടുക്കാറില്ല. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അവര് രണ്ടുപേരും എന്ത് ചെയ്തു? ഈ പറയുന്ന സർജനത്തിന്റെ ആളായിട്ടുള്ള, ക്രിയേഷന്റെ ആളായിട്ടുള്ള ബ്രഹ്മദേവന്, അതുപോലെ സസ്റ്റനൻസ് അല്ലെ ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുന്ന സ്ഥിതിയുടെ ദേവനായിട്ടുള്ള വിഷ്ണുവിന് പോലും അല്ലയോ ഭഗവാനെ, പരമാത്മസ്വരൂപനായ അങ്ങയുടെ ആദ്യ മധ്യാന്തങ്ങളെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാ പറയുന്നത്, അടിക്കു പന്തി പോയി നിന്നുടിക്കരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. അല്ലേ? അതെയോ തേജോമയനായിട്ടുള്ള അഗ്നിശൈലമായിട്ടുള്ള അവിടത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. അടുത്തതിലാണ് ഗുരു പറയുന്നത്, എടുത്തു നീ വിഴുങ്ങി എന്നെ. നീ എന്ത് ചെയ്യുക? എന്നെ ഇന്ദ്രിയങ്ങളോടെ എന്ത് ചെയ്യുക? ഞാൻ വിധേയഭാവത്തിൽ നൽകുകയാണ്. നീ എന്റെ എല്ലാ ഇന്ദ്രിയ നിഗ്രഹങ്ങളും അല്ലെ അതെല്ലാം നശിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീയുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിക്കണം. നീ എന്നെ ഇന്ദ്രിയങ്ങളോടെ എടുത്ത് എന്നെ വിഴുങ്ങണം, എന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് ദുഃഖ ശമനം ഉണ്ടാക്കി നീയും ഞാനും ഒന്ന് തന്നെയാണെന്ന തലത്തിൽ നീ എന്നെ ഉയർത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വേറൊരു തലവും വരുന്നുണ്ട്. അങ്ങനെയുള്ള നടിച്ചിട്ടും നമശിവായി വേലയെല്ലാം നയിക്കുന്ന അയ്യോ നായക നമോ നമ, അങ്ങേക്ക് നമോ പാഠം. ഇവിടെ ഏറ്റവും ഓർക്കേണ്ടത്, അപ്പോൾ അങ്ങ് എത്രയും വേഗം എന്നെ വിഴുങ്ങിയിടുക എന്ന് നമുക്ക് പറയാം. പക്ഷെ ഗുരുവിന്റെ കേസിൽ നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. വിഷ്ണുവിനും ആർക്കും ഈ പറയുന്ന ബ്രഹ്മദേവന് പോലും കഴിയാത്തത് ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം? ഉണ്ടായിരിക്കാന്നല്ല, ഉണ്ട്, ലഭിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ അതാണ് പറയുന്നത്, എടുത്ത് നീ വീഴും. അവർക്ക് പോലും നിന്റെ ആദ്യം അന്തരവും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നീ എന്നെ എന്ത് ചെയ്യുക? എടുത്ത് വീഴുക. അപ്പൊ ഭഗവാൻ നിൽക്കുന്ന തലം എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം. ബ്രഹ്മദേവനും വിഷ്ണുവിനും പോലും അപ്രാപ്യമായതിനെ പ്രാപ്യമാക്കിയിട്ട് ആ അനുഭവത്തെയാണ് ഗുരുസ്വാമി ഗുരുപാദങ്ങള് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. എങ്കിലും നമുക്ക് വേറെ ചിലരൊക്കെ കേൾക്കുമ്പോൾ സ്വാധീനം വന്നു.
അപ്പൊ നമുക്ക് കിട്ടിയ ഭയങ്കരമായ ഒരു ഭാഗ്യമാണ് ഗുരു. അപ്പൊ അത് നമ്മള് തിരിച്ചെടുക്കും. അപ്പൊ ഈ കൃതി തന്നെ പഠിച്ചിട്ടില്ലേ ഗുരുവിന്റെ ഇത് തന്നെ രചിച്ചിരിക്കുന്നതില് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവിന്റെ കൃതികൾ നമ്മൾ ചൊല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നല്ലവണ്ണം ചൊല്ലാം. എനിക്കും വലിയ ചൊല്ലാനുള്ള പ്രാപ്തിയൊന്നുമില്ല. നല്ല രീതിയിൽ ചൊല്ലാം. വൈബ്രേഷൻ സത്യമല്ലേ, നമുക്കൊരു ഫീൽ ചെയ്യും, അല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. അത് എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ കൃതിയിൽ അത് ഭയങ്കര ഉണ്ടാവും. ഇതിന് ഞാൻ അന്ന് സമയമില്ലാത്തത് പറഞ്ഞിട്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ശിവതാണ്ഡവ സ്തോത്രം എന്ന് രാവണൻ, അന്ന് ഞാൻ കഥ എന്റെ പറഞ്ഞു വരുന്നു. രാവണന്റെ ശിവനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെല്ലുന്നതാണ്. ഇതേ കണക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ആ സമയത്ത് പാടുന്നതാണ്. അതാണ് പല സിനിമകളിലും ഉണ്ട്. ഇത് നമ്മൾ ഏതിലാണ് ബാഹുബലിയിലൊക്കെ പറയും. പക്ഷെ ഇത് ആക്ച്വലി ചൊല്ലേണ്ട ഇങ്ങനെയല്ലേ. ജടാഗവീകലജ്ജല പ്രവാഹവാവിതസ്ഥലി ഗലേവലം വ്യലംബിതം ഭുജംഗതുംഗമാലിക കമട്ടമട്ടമട്ടമന്ദിനാദവട്ടമർവയം ചകാലചണ്ഡതാണ്ഡവം തനോരുന ശിവ ശിവം. അപ്പൊ അതേ കണക്കാണ് ഗുരു ആദ്യം എഴുതിയിരിക്കുന്നത് അല്ലേ. നിങ്ങൾ നോക്കിയൊക്കെയാണ് മണം തുടങ്ങി എണ്ണി മണ്ണിരുന്നു എണ്ണമൊക്കെ അച്ചിണങ്ങി ുരുക്കിനക്കിനക്കിടും ഗുണം നിറഞ്ഞ കോവളക്കുടത്തിലങ്ങുമിന്നുമിന്നിണങ്ങൾ അങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. ആ രാവണൻ എഴുതിയ സംസ്കൃതത്തിലുള്ള പദ്യത്തെ ഒരു വെറും കുട്ടിക്കളിയാണൊക്കെ ഇവിടെ മലയാളത്തില് അതിനേക്കാളും മനോഹരമായിട്ട് നമുക്ക് തന്നിരിക്കും. ഇത് ചൊല്ലുമ്പോൾ 2-3 രീതിയിൽ ചൊല്ലാം. നമ്മൾ മണം തുടങ്ങി മണ്ണിലെണ്ണു വെണ്ണമൊക്കെ അറ്റി ആ താളത്തിൽ ചൊല്ലാം. അല്ലെങ്കിൽ മണം തുടങ്ങി മണ്ണിലെണ്ണു വെണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുക്കിനക്കിനക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിൽ അങ്ങുമിന്നും ഇന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. അല്ലേ? കളം കറുത്ത കൊണ്ടലുണ്ടിരുന്ന ഇങ്ങനെ പറയാം. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടയും കളങ്കമുള്ള കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളം വിറക്കൊരുന്നിരുന്നു മിന്നു ഉന്നത തലക്കുളം കവിഞ്ഞ കോവളക്കുടം ചുമന്ന കുഞ്ചരം. ഇങ്ങനെ പവർഫുള്ളായിട്ടും പറയാം. അപ്പൊ നമുക്ക് നമ്മൾ ചൊല്ലുമ്പോൾ ഒരു താളം ഉണ്ടാവും. അതാണ് യഥാർത്ഥ താളം. അതും കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും പാടുന്നത് കേട്ട് അതിനെ ഫോളോ ചെയ്യാൻ നോക്കരുത്. നമുക്ക് ഭക്തി ഉണ്ടാവുമ്പോൾ നമുക്കൊരു താളം ആര് തരും? ഗുരുസ്വാമി തരും. അത് കറക്റ്റ് ആയിരിക്കും. അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഞാൻ അത് പലയിടത്തും പറയാറുണ്ട്. യേശുദാസ് അറിയപ്പെടുന്ന അല്ലെ ഗന്ധർവ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന യേശുദാസ് ദൈവദശകം ചൊല്ലും. പക്ഷെ എനിക്കത് ഒരു ഫീലും ഒരിക്കലും തോന്നിയിട്ടില്ല. അതിലിങ്ങനെ ദൈവമേ ഒരു ഫീല് തോന്നിയിട്ടില്ല. അതൊരു എന്താ പറയുന്നത്, നമ്മളെ ഉള്ളിലോട്ട് ഇറങ്ങി അല്ലെ. അതിന് പല ദേവമ്മ ചെയ്തത് കേട്ടോ നമ്മൾ രോമാഞ്ചം വരും. അപ്പൊ നമ്മുടെ ഫീലാണ്. അത് പാട്ടിന്റെ സ്വരമാതിരിയല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അണപൊട്ടി വരുമ്പോൾ അത് മാധുര്യം ഉണ്ടാവും. അല്ലാതെ അതിന് യേശുദാസ് ചിത്രയും പാടണമെന്നൊന്നും ഇല്ല. മനസ്സിലേ? പാറപ്പുറത്ത് ചിരട്ടയിട്ട് വഹിക്കുന്ന സൗണ്ടുള്ള ആള് പാടിയാലും ആ ഭക്തി വരുമ്പോ എന്ത് ചെയ്യും? അതവിടെ പ്രകമ്പനങ്ങൾ ഉണ്ടാകും. നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ ഗുരുവിന്റെ കൃതികള് നമ്മൾ അങ്ങനെ പഠിച്ചു വേണം ചൊല്ലാൻ. ഓരോ കൃതിയും അതും പലതും ചാണ്ടിതമായിട്ടുള്ളതാണ്. അപ്പൊ അത് ഭയങ്കര പവർഫുൾ ആണ്. എല്ലാ കൃതിയും ഇതേ കണക്കാണ്. നമ്മള് കാളിനാടൊക്കെ കണ്ടിട്ടില്ലേ? ഇതിലൊക്കെ വാക്കുകൾ അങ്ങ് ഗുരു എന്താ എനിക്കത് പറയാൻ അറിഞ്ഞൂടാ. നമുക്ക് വല്ലാതൊന്നും അറിയാം. ഇങ്ങനെ ആയിപ്പോ ഭഗവാനെ എന്തോ ഭഗവാനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കരഞ്ഞു. എന്തോ ഇതാ ഭഗവാൻ എഴുതിയിരിക്കല്ലേ. ഇപ്പോൾ ദേവീരേഖ തന്നെ ഉണ്ടല്ലോ. അതിൽ വന്നിരിക്കുന്ന പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിനടിക്ക് ഓമനപ്പൂമണി പട്ടുടുത്തം മുടിച്ചിട്ടു കച്ചപ്പറം വെച്ചിറുക്കി കടിക്കാമ വണ്ടി കുടത്തിനിഴിഞ്ഞ തുടക്കാമ്പ് തുമ്പിക്കര ശ്രീനമിക്കും അനങ്കന്റെ തൂണീരവോടെത്തു തമ്മിൽ പിണക്കം തുടങ്ങി ചെയ്യിക്കുന്ന പൊന്നും കണങ്കാലടി കച്ചവം തൊട്ടുതോയേ തപസ്സിനു പോകുന്ന വാദാഗ്രശോഭം കണങ്കാലടി താമര പൂവിലോലം കളിക്കുന്ന പൂന്തേന്നുകർന്നാർത്ഥമോദം വിളങ്ങുന്ന ദേവാംഗനാഗാനമേളം. ഒറ്റ ലൈനാണ് കാളയാളത്തില്. ഇത് ഏറ്റവും കൊച്ചു
അവിടെ 9 ശ്ലോകം എന്തേ ഉള്ളൂ. ഇതൊക്കെ ആരെഴുതിയിട്ടുണ്ട് ലോകത്ത് വേറെ? ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? ഗുരുവിന്റെ സ്വരൂപവും ഗുരുവിന്റെ സ്വത്വവും ഗുരുവിന്റെ മഹാത്മ്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏതിൽ കൂടെ തന്നെ പോകണം. അപ്പോഴാണ് ബഹുമാനം ഉണ്ടാകുന്നത്. ഗുരുവിനോടുള്ള റെസ്പെക്ട് ഇങ്ങനെ കൂടി 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 വരും. വേറെ ആരും അപ്പൊ പലവരും ഒക്കെ പറയുന്നുണ്ട് ഇന്നാൾ എഴുതി ഇങ്ങനെ എഴുതി, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഗുരുവിന് ചില പ്രസംഗവിധികളൊക്കെ കണ്ടിട്ടുണ്ട്. കുമാരനാശാനൊക്കെ, കുമാരനാശാന്റെ കവിത്വം ഗുരുവാണ്. ഗുരുവില്ലെങ്കിൽ കുമാരമില്ല. എന്നിട്ടിപ്പോ പല പ്രഭാഷണങ്ങളിലും വളരെ വിഷമമുണ്ട് പറയുന്ന കേൾക്കാം, കുമാരനാശാനെ കുറിച്ചാണ് ഭയങ്കര പറഞ്ഞാണ്. പക്ഷെ കുമാരന്റെ കവിത്വത്തെ പ്രോജ്വലിപ്പിച്ചത് ആരാണ്? കുമാര് വെറും എന്താ പറയുന്നത്, സ്ത്രീ സൗന്ദര്യത്തേക്ക് ആരാധിച്ച് അല്ലെ, അവരുടെ ബാഹ്യമായിട്ടുള്ള അതിൽ ആകൃഷ്ടനായിട്ട് കവിത എഴുതുന്ന ആളായിരുന്നു. അത് ആത്മീയതയ്ക്ക് പറ്റുന്നതല്ല അല്ലേ. അത് നമ്മളുടെ കവിത്വത്തെ അല്ലെ നശിപ്പിച്ച് കളയുന്ന പായലാണ്, തെന്നി വീഴും എന്ന് പറഞ്ഞ് തിരുത്തി നേരാം വഴിയിൽ നയിച്ചു. അതാണ് നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഒതുങ്ങി പോകേണ്ട കുമാരനാശുവിനെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു കവിയായിട്ട് മാറ്റിയത് ഗുരുവാണ്. അപ്പൊ പലവരും സംസാരിക്കുമ്പോഴത്തേക്കും കേരളം കൊണ്ട് ഏറ്റവും വലിയ പറയുമ്പോൾ നമുക്ക് ചിരി വരും. ഗുരുവിനെ ഇഷ്ടമുള്ളവർ ഇതല്ലേ. കുമാര് ഗുരുവിന്റെ മുമ്പ് ഒന്നും അല്ല. സൂര്യന്റെ മുമ്പ് മിന്നാമിനെ കാണാൻ പറ്റും. നമ്മളെപ്പോഴും നമ്മൾ ഉൾക്കൊള്ളേണ്ട, അത് ഞാൻ പറഞ്ഞതൊക്കെ ആ ഒരു നായക്കുള്ള വിധേയത്വം, അത് നമുക്ക് എപ്പോഴും ഗുരുനാഥനോട് നമുക്ക് ഉണ്ടായിരിക്കണം പൂർണ്ണമായിട്ട്. ഗുരുവിന്റെ കൃതികൾ പഠിക്കണം. അന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കൃതികൾ പഠിച്ച് മനസ്സിലാക്കണം. അറിയാമല്ലോ, ഞാനിപ്പോ ഇത് ഭഗവാനായിട്ട് പറയുന്നതായിരിക്കും, ഞാൻ പലപ്പോഴും സ്പോണ്ടേനിയായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കഥകളും ഇതുമൊക്കെ പറയാനുണ്ട്. അതൊന്നും പറഞ്ഞ സമയം നമുക്കില്ല. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ കൂടെ ഇതിപ്പം പറ്റും. ഇത് നമുക്ക് കുറച്ച് സമയം ആ സമയത്തിനുള്ളിൽ നമുക്കൊരു ടെൻഷനാണ്, ഇത്രയും എങ്ങനെയെങ്കിലും എത്തിക്കണം കുറച്ചെങ്കിലും. അപ്പൊ കൂടുതൽ സ്പീഡ് കൂട്ടാൻ നോക്കുമ്പോൾ നമ്മുടെ ഫ്ലോയെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കൃതികൾ പഠിക്കണം. ഗുരുസ്വാമി അറിയാലോ, പരിനിർവാണം ചെയ്തിട്ട് എത്ര കൊല്ലമാവും? 28 100 കൊല്ലമാവും. നമുക്ക് എത്ര പേർക്ക് ഗുരുവിനെ അറിയാം? നമ്മൾ കണ്ണടച്ച് ഇരുന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് അയ്യോ ഗുരുവിനെ എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ശ്രീ രവിശങ്കർ, അതുപോലെ മാതാ അമൃതാനന്ദം, ഇവരെയൊക്കെ ലോകം നമുക്ക് പറയും. ഇപ്പൊ വന്ന സദ്ഗുരു ജഗ്ഗി വാസുദേവ്. പക്ഷെ ഗുരുദേവനെ എത്രയോ വിദേശികളിൽ ചിവീകരിക്കുമ്പോഴത്തേക്കും ഗുരുവിന്റെ പേരെന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ കരഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അവർക്ക് പറഞ്ഞു കുറെ കാര്യങ്ങൾ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു. അവർക്ക് റെസ്പെക്റ്റ് ആയി. ഒരു ഗ്രൂപ്പ് ചെറുപ്പക്കാരുള്ളതാണ്. എന്നിട്ട് അവർ പറഞ്ഞു എൻ്റെ ഒരു അനുഭവം ഗുരുവായിട്ട് പറയിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ വൈദിക മഠത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടുത്തെ ദേവിയെ പ്രതിഷ്ഠിച്ചു. ദേവിയെ പ്രതിഷ്ഠിക്കുന്നിടത്ത് ഗുരു ഇങ്ങനെ ഓരോ കൃതികൾ സമർപ്പിക്കാറുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ജനനീനവരത്ന മഞ്ജരി, അതൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിൽ അവരെ കൊണ്ടുവന്ന ലീഡ് ചെയ്ത സ്വാമി പറഞ്ഞു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻസ് എങ്കിലും നമുക്ക് വേണ്ടി ചൊല്ലണം. അപ്പൊ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷ് കൊടുത്തിട്ട് പറഞ്ഞത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു വാക്ക് പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ഗുരുവിന്റെ എല്ലാം മലയാളം സംസ്കൃതം തമിഴാണ്. നിങ്ങൾക്ക് ഒരു വാക്ക് പോലും മനസ്സിലാവില്ല. പക്ഷേ സംഗീതത്തിൽ എന്തില്ല, മ്യൂസിക് ഹാസ് ഗോട്ട് എനി ബാരിയേഴ്സ്, തടസ്സങ്ങളില്ല, ബൗണ്ടറി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അത് ചൊന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. അവരിങ്ങനെ തലയാട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു. ത്വമേവ മാതാ ച പിതാ, പിതാ ത്വമേവ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ത്വമേവ മാതാ ച പിതാ യു ആർ മൈ ഫാദർ, അതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പോയി. ഇവിടെ റെസ്പോൺസ് ആയിരുന്നു. എന്നുവെച്ചാൽ അവര് ആ ഗുരുവിൻ്റെ കേട്ടിട്ട് അവര് അത്രയ്ക്ക് കൈയിടിയായിരുന്നു ഒരൊറ്റ സ്റ്റാൻസ്. അപ്പൊ എന്റെ മനസ്സിൽ ഗുരു പറയുന്നതായിട്ട് തോന്നി, എടാ രമേശേ, നമ്മുടെ കൃതി നീ നാം എഴുതിയ ഭാഷയിൽ ചൊന്നാലും ആളുകൾ എണീച്ചെന്ന് കൈയടിക്കും. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഗുരുവിന്റെ കൃതി എനിക്കൊന്നും ചൊല്ലാൻ അറിഞ്ഞൂടാ, അതിനുള്ള പക്വതയില്ല, അറിവില്ല. അപ്പൊ നല്ലവണ്ണം ചൊല്ലാൻ അറിയാവുന്നവർ ചൊന്ന ആളുകൾ എണീച്ചെന്ന് കൈയടിക്കും. നമുക്ക് ലോകത്തിൽ എത്ര അടുത്ത് ഗുരുദേവനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? കുളത്തൂർ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ സ്ഥലം അല്ലെ? ഗുരുവിനെ ദൈവമായിട്ട് ജീവിച്ചിരുന്നപ്പോൾ ആരാധിച്ച ഭാഗ്യശാലികളായ ഒരു ജനത, ഗുരു വളരെയധികം സ്നേഹിച്ച ഒരു ജനത. പക്ഷേ ഇവിടെ പോലും എത്ര ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്? ഞാൻ ഓപ്പണായിട്ട് പറയാം, എത്ര ക്ലാസ് നമുക്ക് പഠിക്കണ്ടേ കുട്ടികളെ? ഇനിയും നമ്മൾ എത്ര നാള് ഗുരുവിനെ ഇങ്ങനെ നമ്മൾ
ഒരു ചിപ്പില് അടച്ചു വെച്ചിരിക്കും. ഗുരുവിനെ ലോകം മൊത്തം അറിയട്ടെ. ഈ ഒരു സൂര്യനല്ലേ ലോകത്തെ മൊത്തം വിളക്കുന്നത്. ആ സൂര്യനെ അറിയണ്ടേ? കപട നാണയങ്ങളെ ഒരുപാട് പേരെ അറിയപ്പെടുന്നുണ്ട്. എന്നിട്ട് ഗുരുവിനെ അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാലോ? അതുകൊണ്ടാണ് ഞാൻ എന്റേതായ രീതിയിൽ എനിക്ക് കൃതികൾ, പാടുള്ള കൃതികൾ തന്നെ പഠിപ്പിക്കണം. സ്വാമതൃപാദങ്ങളായിട്ട് പറയുന്നതായിരിക്കാം നോക്കണേ. ഗുരുവിന്റെ പാടുള്ള കൃതികളെ തന്നെ പഠിപ്പിക്കണം. ഇനി ഇതേ കണക്ക് നവമഞ്ചരി, അതേ കണക്ക് സുബ്രഹ്മണ്യന്റെ പല കീർത്തനങ്ങൾ, ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം എടുക്കുകയാണ്. അതിന് ഞാൻ പ്രാപ്തനായതുകൊണ്ടല്ല. എന്റെ ഗുരുനാഥൻ ഇങ്ങനെ കൃതി എഴുതിയിട്ടുണ്ട്. എന്റെ ഗുരുവിന്റെ കൃതികളുടെ അർത്ഥത്തിനോട് കൊമ്പ് ചേർക്കാൻ പറ്റിയ ഒന്നുമില്ല എന്ന് തെളിയിക്കാം. അല്ലാതെ ഞാൻ മിടുക്കനാവാനല്ല. ഇത് എന്ന് നിങ്ങൾക്ക് അറിയാലോ, പിരിച്ചു പറയാൻ പാടാണ്. കേട്ടിരിക്കാൻ എളുപ്പമാണ്, പക്ഷെ മനസ്സിൽ നിന്ന് പിരിച്ചു പറയാനുണ്ടല്ലോ, ഇത്തിരി പാടാണ്. പക്ഷെ ഗുരു എനിക്ക് എന്റെ പൊന്നു തമ്പുരാൻ അതിനുള്ള ഒരു ശേഷി, ഒരു ആർജവം, ഒരു പ്രാപ്തി തരുന്നുണ്ട്. അവിടത്തെ കുറിച്ച് പറഞ്ഞാൽ വിശപ്പറിയില്ല. അവിടത്തെ കുറിച്ച് പറഞ്ഞാൽ പനിയാണെങ്കിലും എനിക്ക് ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് ഗുരുവിന്റെ ചൊല്ലാൻ പറഞ്ഞാൽ പനിയാണെങ്കിൽ ശരി, അതുവരെ കരഞ്ഞ് കിടക്കുകയായിരിക്കും. അത് വന്നാൽ നമ്മൾ മാറും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് 100 കൊല്ലം ഗുരു എന്താ പറയുന്നത്, പരിനിർമ്മാണം ചെയ്തിട്ട് മഹാസമാധി ഭരിച്ച് ഗുരു എന്താണ് നമുക്ക് പഴയതിനേക്കാളും ആക്സസിബിൾ ആണ്. ശരീരമാകുന്ന ആ പരിമിതിയെ ഗുരു എന്ത് ചെയ്തു? ഭേദിച്ചു. അപ്പൊ ഗുരു ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രപഞ്ചം മൊത്തവും നിറഞ്ഞു നിൽക്കുകയാണ്. പണ്ടത്തേനേക്കാളും ഗുരുവിനെ ആക്സസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും റെഡി ആയിട്ടുള്ള, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ആ ഗ്രേസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമുണ്ട്. മറ്റേ ശരീരമാകുമ്പോൾ ഗുരുവിന് പരിമിതിയുണ്ട്. ഗുരു അത്ഭുതങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഗുരുവിന് എല്ലായിടത്തും ഓടിയിരിക്കാൻ പറ്റില്ല. ഗുരുവിന് എല്ലാം ഉണ്ട്, എല്ലാ സിദ്ധികളും ഉണ്ട്. ഗുരു അത് ചെയ്തിട്ടുമുണ്ട് ചില വേദകൾ. എങ്കിലും ഗുരു അത് ഒരിക്കലും കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പൊ ഗുരുവിന് പരിമിതികളുണ്ടോ? ശരീരമില്ല. ഗുരു പ്രകാശ സ്വരൂപനായിട്ട് ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഗുരുവിന്റെ വെളിച്ചം നമുക്ക് മറ്റുള്ളവരെ എത്തിക്കേണ്ടത്. അതിന് ഏറ്റവും ഗുരു തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെ കണക്കുള്ള ജനതയാണ്, ഉളർത്തുള്ള ജനത. ഗുരു ജീവിച്ചിരുന്നപ്പോൾ ഗുരുവിനെ വെച്ച് ആരാധിച്ച നിങ്ങൾ. ഗുരുസ്വാമി എന്ത് പറഞ്ഞാലും നിങ്ങളുടെ പൂർവികന്മാർക്ക് സമ്മതമായിരുന്നു. ദേവി എടുത്ത് മാറ്റാൻ പോയപ്പോഴും ഭയമായിരുന്നു. പക്ഷെ നാം മാറ്റാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സ്വാമിയിൽ അചഞ്ചലമായ വിശ്വാസമായിരുന്നു. അപ്പൊ ആ ജനതയായ നിങ്ങളിൽ നിന്ന് വേണ്ടി നല്ല തുടക്കം. നിങ്ങൾ ചിന്തിച്ചു നോക്കും, നമ്മൾ എത്രത്തോളം ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. ഒരു വർഷത്തിൽ ഇതേ കണക്ക് നടത്തിയിട്ട് എന്തുകൊണ്ട്? ഗുരുവിന് വേണ്ടി ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ, ഒരു ഫോർട്ട് നൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയിൽ 2 വീക്കില് 1-1.5 മണിക്കൂർ ഗുരുവിന് വേണ്ടി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഭക്തരാണോ? അല്ലെ, നമ്മളെ ചിന്തിച്ചു നോക്കാം. ഞാൻ എന്നെ കൂടെ നമുക്ക് അതിന് സമയം വേണം കൂട്ടരെ. നമ്മളെ നാമാക്കിയ, ഒന്നുമല്ലാതിരുന്ന നമുക്ക് ഒരു ടൈറ്റിൽ തന്ന് നമ്മെ ഈ നിലയിലാക്കിയ ആ ഗുരുവിന് വേണ്ടി 1.5 മണിക്കൂർ ഒരു 2 ആഴ്ച ഒരിക്കലും, ഇല്ലെങ്കിൽ ആഴ്ച പറയുന്നില്ല പോട്ടെ, 2 ആഴ്ചയ്ക്ക് മാറ്റിയില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ്. ഞാൻ ഇത് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എല്ലാം കളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ദൈവസാഹിത്യ ടീച്ചിങ്, ഇംഗ്ലീഷ് നല്ലോണം ചെയ്യാനുള്ള ഒരു കഴിവ് കൊണ്ട് തമ്പുരാൻ തന്നിട്ടുണ്ട്. പല ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നിലും ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല, മനസ്സനുവദിക്കുന്നില്ല. അപ്പൊ ഇതിൽ തന്നെ നിൽക്കണം. ഒരു വാശിയായി. ബ്രദർ വെളിയിൽ വെൽ സെറ്റിലാണ്, കാനഡയിൽ, അവിടെ സെറ്റിലാണ്, അവിടുത്തെ സിറ്റിസൺ ആണ്. പക്ഷെ നമുക്ക് അതൊന്നും ഏറ്റെടുക്കാൻ ഇപ്പൊ ഭഗവാനായിട്ട് പറയിപ്പിച്ചായിരിക്കും. ഇതിപ്പോ നമ്മൾ ഫിനിഷായി, അതുകൊണ്ട് കാഷ്വൽ ആയിട്ട് പറഞ്ഞത്. ശരിക്കും അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടൻ അവിടെ വലിയ പോസ്റ്റിലാണ്. അപ്പൊ ആ ചേട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനിയില് സ്വന്തമായിട്ട് കോളേജ്, അവിടെ വരാൻ എനിക്കൊന്നും അറിയണ്ട, അത്രയ്ക്ക് ഭയങ്കര എനിക്കൊന്നിനും പറ്റുന്നില്ല. എനിക്ക് ആകെ സംതൃപ്തി കിട്ടുന്നത് ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഏറ്റവും ആനന്ദം കിട്ടുന്നത്. അപ്പൊ ഒരുപാട് മടിയുണ്ടായിരുന്നു. അവസാനം മനസ്സിലായത് ആ മടിയുടെ പിന്നില് ആ ഗുരുവിൻ്റെ കൂടെയുള്ള മമതയാണ്. ഞാൻ ഒരുപാട് ഒതുങ്ങിക്കൂടുന്ന ആളാണ്. ഞാൻ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച വീട്ടിന്റെ വെളിയിറങ്ങത്തില്ല. വാതിൽ പോലും തുറന്നു പോകാറില്ല. അകത്ത് ഇങ്ങനെ ചിലപ്പോൾ അത്യാവശ്യ സാധനം വാങ്ങിക്കുമ്പോൾ വരും. ഇങ്ങനെയുള്ളൂ. ഒറ്റയ്ക്കുള്ള ഒരു സെക്യൂർഡ് ലൈഫാണ്, ഒരു ലോൺ ഉൾപ്പെടെ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്ത് ഗുരുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ധൈര്യം വരുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഗുരു എന്നിൽ കൂടെ എന്തോ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ അത് തിരിച്ചറിയുകയും ചെയ്തു. ഒരുപാട് പേര് പറഞ്ഞു അത് കൃതികൾ എത്തിക്കുകയാണ്, അല്ലാതെ ഗുരുവിന്റെ കഥ പറയാൻ ഒരു പാടുമില്ല. ഇപ്പൊ ഇരുന്ന് ഞാൻ നിങ്ങൾ 3 ദിവസം കൂടി ഇരുന്നാൽ കഥ പറയാനുണ്ട്. പക്ഷെ കഥയിലല്ല കാര്യം. നമ്മൾ എതുകൊണ്ട് പോകണം?
ഗുരുവിന്റെ ജീവിതമാകുന്ന, ഗുരുവിന്റെ അനുഭൂതി തലത്തെ സ്പർശിക്കുന്ന ഗുരുവിന്റെ കൃതികളെ നമ്മൾ എന്ത് ചെയ്യണം? പാനം ചെയ്യണം. പാനം ചെയ്ത് നമ്മൾ ആരാവണം? പ്രബുദ്ധരായിട്ട് മാറണം. അപ്പൊ അതിന് കുളത്തൂര് കണക്കൊരു നല്ലൊരു മണ്ണില്ല, നല്ലൊരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കണം. ഗുരുവിനെ കുറിച്ച് പഠിക്കണം. സത്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര കൃതികൾ നിങ്ങൾക്ക് അറിയാം? എനിക്കതൊക്കെ ഞാൻ പറയാം, എനിക്കൊന്നും അറിയില്ല. ഗുരു പോയിട്ട് ഇത്രയും കൊല്ലമായി, എന്നിട്ട് നമ്മൾ എന്തോ ഭക്തർ എന്ന് പറയുന്ന അർത്ഥമാണ്. നമ്മൾ കപടരല്ലേ? ഞാൻ എന്നെ കൂടെ ഫസ്റ്റ് ഡേ ഞാൻ എന്നെ പ്ലേസ് ചെയ്യുന്നു, എന്നെ വെച്ചാ പറയുന്നു. അത് മാറണം കേട്ടോ. അല്ല നമ്മൾ വന്ന് നിങ്ങളെ വന്ന് പൊക്കിയിട്ട് ഇത് ഭയങ്കര മണ്ണാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ യഥാർത്ഥമായിട്ട് ഗുരുവിന്റെ കാലിലോട്ട് അടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുമെന്നുണ്ടാവും, നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മളെ ഉള്ളിലോട്ട് വരും. അപ്പൊ ഗുരുസ്വാമിയായിട്ട് പറയിപ്പിക്കുന്നതായിരിക്കും. എനിക്കും ആ ഒരു വിഷമമുണ്ട്. വളരെ കുറച്ച് കൃതികളെ അറിയാവൂ. എന്ത് ക്രൂരതയാണ് നമ്മൾ ഗുരുവിനോടെ കാണിക്കുന്നത്. ഇത്ര പോകുന്ന ഒരു ചെറിയ ഒരു ബുക്കില് നമുക്ക് ആ ഗുരു ഇത്രയും തന്നതിനെ പോലും നമുക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ഇത്രയും കൊല്ലമായിട്ട് അല്ലേ? സത്യമല്ലേ? അതിനൊരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് കൂടുതൽ ഈ ലോകത്തെ മൊത്തവും വിളക്കുന്ന അല്ലെ പരമകാരുണ്യനായിട്ടുള്ള പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള സ്വാമിയെ കുറിച്ച് കൂടുതൽ ആഴത്തില് പഠിക്കാനുള്ള അവസരം അവിടെ നിന്ന് അല്ലെ കൃപ ചൊരിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹവർഷം ചൊരിഞ്ഞ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളുടെ സ്വാതന്ത്ര്യപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്തേ. നല്ലൊരു ക്ലാസ്സാണ് നമ്മുടെ സാറ് എടുത്തു തന്നത്. പിന്നെ സാറിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ കയറി. കാരണം നമ്മുടെ കുളത്തൂര് ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്ന് ഒരു തെറ്റിദ്ധാരണ ക്ലാസ് നടക്കുന്നുണ്ട്. അറിവാണ് ഈശ്വരൻ എന്ന ഒരു പഠന ഗ്രൂപ്പിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പഠന ഗ്രൂപ്പിലൂടെ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മണിക്ക് 10-25 അമ്മമാര്, ഈ കുളത്തൂരുള്ള അമ്മമാര് മാത്രമല്ല, ഈ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും അമ്മമാര് ഈ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് രാത്രി ഏകദേശം 10 മണി വരെ അവർ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. കൃതികൾ അല്പമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ അമ്മമാര് ആത്മോപദേശ ശതകം 12 ശ്ലോകം പഠിച്ചു. വെറുതെ അല്ല പഠിച്ചത്, കാണാതെ അല്ല പഠിച്ചത്. അവര് സ്വയം വ്യാഖ്യാനിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് 1 വർഷമായി ആത്മോപദേശ ശതകം പഠിക്കാൻ തുടങ്ങിയിട്ട് 12ാമത്തെ ശ്ലോകമാണ് എത്തിയത്. ആ 12ാമത്തെ ശ്ലോകവും അവർ കൃത്യമായിട്ട് വ്യാഖ്യാനം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മോപദേശ ശതകം പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ഗുരുദേവന്റെ എല്ലാ കൃതികളിലൂടെയും ഇങ്ങനെ പതിയെ മൃദുവായി എന്ന് ഗുരു പറഞ്ഞ പോലെ അവർ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുളത്തൂരിന്റെ പല ഭവനങ്ങളിലും ഇപ്പോ വൈകുന്നേരം TV വെക്കാറില്ല, ഉറപ്പാണ്. ഇന്ന് ചേച്ചിയുടെ വന്നില്ല. ചേച്ചിയുടെ മോന് TV എടുത്തു കൊടുത്തു. സീരിയൽ കാണുന്നില്ല. കാരണം ഞാന് 4 വർഷം കൊണ്ട് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പിടിക്കാൻ നടന്നു. നമ്മുടെ സുമാരി ആന്റി എല്ലാവരും ഉണ്ട്, കുറെ ആന്റിമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഈ കുളത്തൂരിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു എന്താണോ പറഞ്ഞത് അതിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കുളത്തൂർ പ്രദേശം. അപ്പൊ നമ്മുടെ ആന്റിമാർ എന്താ ചെയ്തതെന്ന് അറിയാവോ? അവര് TV ഇപ്പൊ വൈകുന്നേരം സീരിയൽ കാണാൻ മതിയാക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അറിവാണ് ഈശ്വരൻ എന്നൊരു പഠന ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ അമ്മമാര്, ആന്റിമാര്, നമ്മുടെ കുളത്തൂർ മാത്രമല്ല കേരളത്തിന്റെ നാനാഭാഗത്തുള്ളവർക്ക് ഇപ്പോഴത്തെ ഈ ഓൺലൈനിൽ ഇരിക്കുന്നവരും അവരാണ്. അപ്പോ അവര് ചെയ്യുന്നത് ഈ സീരിയലിനടക്കം
7:30 മണിക്ക് തുടങ്ങും അല്ലെ, 10 മണി വരെ സീരിയൽ കണ്ടിരിക്കും. പക്ഷേ ഗുരു എന്നിലൂടെ എന്താണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പോലും സത്യത്തിൽ എനിക്ക് ചില സമയം അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവർക്ക് ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് എനിക്ക് ആ ഒരു ടൈം ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കൊരു 9:30 മണിക്ക് തുടങ്ങാം. 9:30 മണി തൊട്ട് 11:30 മണി വരെ ഈ ആന്റിമാരും ചേച്ചിമാരും ഒക്കെ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ബോധാനന്ദ സ്വാമികളുടെ കഥ പറഞ്ഞു കൊടുത്തു. ബോധാനന്ദ സ്വാമികൾ രാത്രിയായിരുന്നു അല്ലെ അങ്ങനെ ഒരു സംഘം രൂപീകരിച്ചത്. ആ എഴുതിരിട്ട നിലവിളക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുത്ത ബോധാനന്ദനോളം വരില്ലല്ലേ ഗുരുദേവൻ പറഞ്ഞു, ത്യാഗം നമുക്കില്ല, ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ല. ആ ആന്റിമാരും ചേച്ചിമാരൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ, പതിയെ പതിയെ ഇതിലേക്ക് വരാൻ തുടങ്ങി. അവസാനം ആ 9:30 മണി എന്നുള്ളത് 9 മണിയാക്കി. ഈ ഒരു വർഷം കൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ്. 9:30 മണി 9 മണിയാക്കി, അതിനെ പതിയെ 8:30 മണിയാക്കി, അതിനെ 8 മണിയാക്കി, ഇപ്പൊ 7:30 മണിയാക്കി. ഇപ്പൊ 7:30 മണി മുതൽ 10 മണിയായിട്ടും 11 മണിയായിട്ടും ഇതിന്റെ മുന്നിൽ എണീറ്റ് പോകില്ല. കൃതികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വെറുതെ കാണാപ്പാടല്ല പഠിക്കുന്നത്. അവര് വ്യക്തമാക്കി, അവര് മനസ്സിലാക്കി, അതിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് ആ അർത്ഥത്തെ വ്യാഖ്യാനം ചെയ്ത് അവർ സ്വയം വ്യാഖ്യാനിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊളത്തൂരിന്റെ പ്രദേശത്തുള്ള ചേച്ചിമാരൊക്കെ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ മാറുന്നതിനോടൊപ്പം തന്നെ ഈ നാട് കേരളത്തിനകത്തും ഇപ്പൊ പുറത്തുള്ളവരും ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ നാട്ടിലെ ഗുരുവിന്റെ പാദസ്പർശം ഏറ്റാക്കി മണ്ണില് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരു പറഞ്ഞിട്ടുള്ള വെളിച്ചം ഇവിടേക്ക് അതിഭയങ്കരമായിട്ട് ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കോടി ദിവാകരൻ ഉദിച്ച പോലുള്ള പ്രകാശം ഈ കുളത്തൂര് ഇപ്പൊ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. കാര്യം ആരും അറിയുന്നില്ല. ഇങ്ങനെ ചേച്ചിമാരെല്ലാം കൃതിയൊക്കെ പഠിച്ച് ഇപ്പൊ പുസ്തകം തന്നെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണ് ആദ്യമേ ഓടി നടന്നത്. പക്ഷെ അന്നൊന്നും കുട്ടികളെ കിട്ടി ഇനി വഴുതി പോകുന്നുണ്ട്. അമ്മമാര് പഠിക്കാൻ തുടങ്ങിയപ്പോ കുട്ടികൾക്ക് മൊബൈൽ കയ്യിൽ കിട്ടുന്നില്ല. മൊബൈൽ കയ്യിൽ കിട്ടാതിരുന്നപ്പോ എന്ത് ചെയ്തു, അമ്മമാര് സീരിയലും വെക്കുന്നില്ല. അപ്പൊ അമ്മമാര് സീരിയൽ വെക്കാതിരുന്നപ്പോ വീട്ടില് സീരിയൽ കണക്കം മതിയായി, കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോൾ മതിയായി. ആ കുഞ്ഞുങ്ങൾ വന്ന് അമ്മയുടെ മടിയിൽ ഇരിക്കുന്നു ഇത് പഠിക്കാൻ. വലിയ മുതിർന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അമ്മക്ക് ഈ മൊബൈൽ ക്ലിയർ ചെയ്ത് വെച്ചു കൊടുക്കാൻ വേണ്ടി അടുത്തിരിക്കും. അവര് അല്പമായിട്ട് കേട്ട് കേട്ട് ഇപ്പൊ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും, ആ ക്ലാസ് ടൈമിൽ അമ്മയോടൊപ്പം വന്നിരിക്കുന്നു. ഒരു 10 മിനിറ്റ് ഞങ്ങൾ ധ്യാനിക്കുന്നുണ്ട്. കാരണം ഗുരു എന്താണ് പറഞ്ഞിട്ടുള്ളത്, ധ്യാനത്തിലൂടെയാണ് പോകുന്നത്. ആ ധ്യാനത്തിൽ ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. അപ്പോ എനിക്ക് പറഞ്ഞപ്പോ ഒരു വിഷമം തോന്നി. കാര്യം ഈ കുളത്തൂര് എല്ലാ അമ്മമാരും ചേച്ചിമാരും ഇതിലേക്ക് ഇങ്ങനെ ആഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്കൊരു സന്തോഷവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇവിടെ നമ്മളൊക്കെ സഹോദരി പറഞ്ഞതൊക്കെ ഇപ്പൊ പറഞ്ഞ ഇനിഷ്യേറ്റീവ് നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും വരണം, മനസ്സിലായില്ലേ? വരണമെന്നുള്ളതാണ് പറഞ്ഞ കാര്യം. ഇവിടുത്തെ ജനതയ്ക്ക് ആ ഭക്തി ഉണ്ട്, മനസ്സിലായില്ലേ? ഗുരു പറഞ്ഞതൊക്കെ എപ്പോഴായാലും നമ്മളെ ഒരു തീക്കട്ട അല്ലേ, അത് പോയാലും അതിന്റെ പുറത്ത് ആ ചാരം മാറിക്കഴിഞ്ഞാൽ എന്ത് കാണും, അതിന്റെ ആ ജ്വലന ശക്തി, ഇരിക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ കുറെ കാലം നമ്മളെ ഈ കലിയുഗത്തിന്റെ ഇതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് മങ്ങലടിച്ച് കിടക്കുകയായിരിക്കാം. ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് വരുമ്പോൾ ഒരുപാട് മാറ്റം വരും. ഇവിടെ ഇങ്ങനെ ക്ലാസ്സുകൾ നടക്കുന്നു, അത് പറഞ്ഞാൽ വളരെ സന്തോഷം. കാര്യം പറഞ്ഞതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ സീരിയലിനുള്ള സമയമൊക്കെ ഗുരുവിന്റെ മാറ്റി ഗുരുവിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അപ്പൊ ആര് മാറ്റം വരണമെന്നാണ് ആഗ്രഹിക്കുന്ന കാര്യം, എത്രയും വേഗം അത് ആളുകളോട് കൂടുതൽ സ്പ്രെഡ് ആവും. കാര്യം ഗുരുവിന്റെ അത്രയ്ക്ക് കൃതികളുണ്ട്. നമ്മൾ 65 തരം കൃതികളുള്ളത് നമ്മൾ കവർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇനിഷ്യേറ്റീവ് കേട്ട വലിയ സന്തോഷം. അങ്ങനെ കൂടുതൽ ഉണ്ടാവണം.
ഉണ്ടാവണം എന്നുള്ളതാണ്. കൂടുതൽ കുട്ടികളുടെ പങ്കാളിത്തം വന്നാൽ ഏറ്റവും നല്ലത്. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്, അപ്പൊ അവിടെ ആള് വളരെ കുറവാണ്. കൂടുതലും അവിടെ കുടിക്കുന്ന മദ്യപന്മാർക്ക് കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷെ എന്തോ ഗുരുവിന്റെ കൃപ കൊണ്ട് അവരെന്തായാലും എന്നെ ദ്രോഹിക്കുന്നില്ല. അതിന് ഞാൻ എന്നും ചെന്നിട്ട് കുടിക്കുന്നത് പാവമാണെന്നൊക്കെ പറയും. ഒരാൾ മാത്രം ഒരു ദിവസം കയറി വന്ന് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഇത്രയും നാൾ അവിടെ പോയിരുന്നു. അങ്ങനെ എല്ലാത്തിനും സമയമില്ലേ പറയാനായിട്ട്. എനിക്ക് സമയം വരുമ്പോഴേ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് ഈ കുടി പറഞ്ഞപ്പോ കുടിച്ചേണ്ട നല്ല കുടിക്കുന്ന ആളാ, ആ സ്മെല്ലോടുകൂടി വൃക്ഷമായ സ്മെല്ല്. എന്നിട്ടാണ് വന്ന് ഞാനും ഒരു ഈഴവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഗുരുവിന് ജാതിമത ഭേദങ്ങളില്ല. അത് കേട്ടതുകൊണ്ട് അത് കേൾക്കുപോയി. അപ്പോൾ അതേ കണക്ക് നല്ല രീതിയിൽ സ്വീകരിക്കുന്നവരുമുണ്ട്. അതിലെ ഒരു മുസൽമാൻ വന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു കോപ്പ ചായയുമായിട്ട് റോഡിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ കുറിച്ച്, ഗുരുവാണ് നമുക്ക് അള്ളാഹുവിനെ കാണിച്ചു തരുന്നത്, അന്നവസ്ത്രാദി മുട്ടാതെ വന്നു രക്ഷിച്ചു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ കണ്ണീരിന് വെള്ളം വരികയാണ്. കാര്യം മറ്റുള്ള മതത്തിലുള്ളവർ ഗുരുവിനെ കുറിച്ച് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. കാര്യം ഗുരുവിന്റെ എല്ലാ മതവും ഒന്നാണെന്നുള്ള സത്ത്. അപ്പൊ അത് നമുക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ. അപ്പൊ ആളുകൾ ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് നല്ല ഇനിഷ്യേറ്റീവ് എടുത്തു. അത് കേട്ട വലിയ സന്തോഷം. ഞാൻ തന്നെ നേരത്തെ 2-3 തവണ ഇതേ കണക്കെടുക്കാനുള്ള തടസ്സങ്ങൾ വന്നു. അപ്പൊ ആരും കുട്ടികളെ കിട്ടില്ലെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ആർക്കും താല്പര്യമില്ല. അവര് കൂടുതലും പോണത് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു ഇതാണ് പുറമെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്നൊരു മാറ്റം ഉണ്ടായാൽ അത് വേഗം എല്ലായിടത്തും എത്തും. കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളില് ആ ഗുരു എന്നുള്ള ചിന്ത ഉണ്ട്. അപ്പൊ അതിനൊരല്പം ചിലപ്പോൾ ഒരു മങ്ങല് ചിലപ്പോൾ ഏക്കാം സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ റിവൈവ് ചെയ്ത് ആ സ്പിരിറ്റിനെ റിവ്യൂ ചെയ്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാല് സന്തോഷമുണ്ട്. എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. അത് കൂടുതൽ ക്ലാസ്സുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ ഒരു കാര്യം ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഓൺലൈൻ ഏത് മീഡിയത്തിൽ കൂടെ ആയാലും നമ്മളെ ഡയറക്റ്റ് അല്ലെ ഫേസ് ടു ഫേസ് നമ്മളെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സുഖം വരില്ല. കാര്യം ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാറില്ല കഴിവ്. കാര്യം അതിൽ നമുക്കൊരു ഫീൽ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാളിനെ കണ്ട് ആ ജീവിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതൊക്കെയാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ ശരീരവും പോസ്റ്റ്മോർട്ടം കണ്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ അതിലെന്തുണ്ട്, ഓരോ ഓർഗൻസും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ടീച്ചിങ് കൊണ്ട് അറിയാം. പിള്ളേരിനെ സമ്മതിക്കാറുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ വഴി എടുക്കുന്നതിനേക്കാളും നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സുകളും കൂടെ നിങ്ങളിവിടെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. 5 പേരെങ്കിലും വന്ന് നമുക്ക് ഒത്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര വ്യത്യാസം. കാര്യം ഞാൻ അവിടെ പോയി എടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ചൈതന്യമുള്ള മുഖത്തും കണ്ണിൽ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു പഠിപ്പിക്കാനൊരു വരാം. നമുക്ക് അറിയാമല്ലോ, ഒരു മീഡിയക്കാളോ നിങ്ങൾക്കെല്ലാം അറിയാം. പിള്ളേരായാലും ഈ ഓൺലൈൻ വന്നതിന് ശേഷം അവിടെ പഠിപ്പ് ഇത്തിരി സ്ലോയിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ആത്മീയമായ കാര്യത്തിൽ ഉള്ളവരുണ്ടാവും. പക്ഷെ നമ്മുടെ ഡയറക്റ്റ് ക്ലാസ്സുകളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഭയങ്കര നല്ലതായിരിക്കും. അത് കൂടുതൽ എനിക്കൊരു തോന്നലുണ്ടായി. എന്താ പറയുന്നത്, വളരെ കുറച്ച് അറിവേ ഉള്ളൂവെങ്കിലും ഈ പാതയിൽ തന്നെ ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് മനസ്സ് പറയുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ കൂടുതൽ മെനക്കെട്ട് പഠിക്കുന്ന ആളല്ല, കേട്ട് മനസ്സിലാക്കുക. അതൊക്കെ ഞാൻ ഇങ്ങനെ കൂടുതൽ പരന്നല്ല വായന തന്നെ ഇല്ലാത്ത ആളാണ്. എനിക്ക് കേൾക്കുന്നതാണ് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തെന്ന് അറിഞ്ഞതിന്റെ സന്തോഷം. അത് പറഞ്ഞു കേട്ടപ്പോൾ ഒരു ആനന്ദമുണ്ട്. അതിന് എല്ലാവരും ഐശ്വര്യം ഉണ്ടാവട്ടെ. അത് കൂടുതൽ ആളുകളോട് റീച്ച് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളെല്ലാവരും ഗുരുവിലെ നിന്നുകൊണ്ട് എല്ലാവരും പ്രബുദ്ധരായി തീരട്ടെ. ഓക്കെ, ശരി.